സെമസ്റ്ററിലെ ബേസിക് അനാലിസിസിന്റെ പാർട്ട് 2 ആയിട്ടാണ്. ഓക്കെ, സോ നമുക്ക് പാർട്ട് 2ൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ പാർട്ട് 1ൽ ലാസ്റ്റ് ആയിട്ട് നമ്മൾ സീക്വൻസുകളെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് സീക്വൻസ് എന്നുള്ളത്, അതേപോലെ തന്നെ സീക്വൻസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. സോ ഇനി നമ്മൾ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് സീക്വൻസസ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്കാണ്. ഓക്കെ, സോ എന്താണ് ഒരു സബ് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സീക്വൻസ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ സെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സബ്സെറ്റുകൾ പറയും അല്ലേ. അതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ പ്രോപ്പർട്ടീസും നമ്മൾ പറയുമ്പോഴും അതിൻ്റെ സബ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ പറയാറുണ്ട്. സോ അതുപോലെ സീക്വൻസ് പറയുന്ന സമയത്ത് അതിൻ്റെ സബായിട്ട് ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് സബ് സീക്വൻസസ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്താണ് എന്നുള്ളതൊക്കെ. സോ ഫസ്റ്റ് നമ്മൾ പറയാണ്, let x equal to xn be a sequence of real numbers and let n1 less than n2 less than etc. nk less than extra be a strict increasing sequence of natural numbers. ആദ്യം നമ്മൾ സബ് സീക്വൻസ് പറയാൻ ഒരു സീക്വൻസിനെ ഡിഫൈൻ ചെയ്തു ആൻഡ് ഒരു ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ പറഞ്ഞു. ദെൻ ഇത് വെച്ചിട്ടാണ് നമ്മളൊരു സബ് സീക്വൻസിനെ ഡിഫൈൻ ചെയ്യുക. സോ ലെറ്റ് ദ സീക്വൻസ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് എൻ കെ ഈസ് ഗിവൺ ബൈ xn1, xn2, etc. xnk, etc. is called a subsequence of x. സോ എക്സ് ഈക്വൽ ടു എക്സ് എൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ് സീക്വൻസിനെ അതിൽ നമ്മൾ ഒരു സബ് സീക്വൻസ് ഡിഫൈൻ ചെയ്യുന്നതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എന്ത് പറയാം, ഒരു സെറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ സബ്സെറ്റ് പറഞ്ഞ പോലെ അതിൻ്റെ ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു സബ് സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും ഇറ്റ്സെൽഫ് അതൊരു സീക്വൻസ് ആയിരിക്കും അല്ലേ. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ നമുക്ക് ആദ്യം ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞു നോക്കാം. നമ്മളിങ്ങനെ തിയററ്റിക്കലായിട്ട് പറയുമ്പോൾ എങ്ങനെ ഇതിലൊരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പറയാമെന്ന് നോക്കാം. സോ ആദ്യം ഞാനൊരു സീക്വൻസ് പറയാണ്. ലെറ്റ് എക്സ് ഈക്വൽ ടു എക്സ് എൻ എന്ന് പറയുന്ന ഒരു സീക്വൻസിനെ ഞാൻ 1/n എന്ന് പറയുന്ന സീക്വൻസ്, ദാറ്റ് ഈസ് 1/1, 1/2, 1/3 എക്സെട്രാ അല്ലേ, എക്സെട്രാ എന്ന് പറയുന്ന 1/n എക്സ് ഈക്വൽ ടു എക്സ് എൻ, ദാറ്റ് ഈസ് 1/n എന്ന് പറയുന്ന സീക്വൻസിന് വേർ n ബിലോങ്സ് ടു n, ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ പറയാണ്. സോ ഇതിൽ നിന്ന് എ സെലക്ഷൻ ഓഫ് ഈവൻ ഇൻഡെക്സ്ഡ് ടേംസ്, അതായത് ഈവൺ നമ്പേഴ്സ്, താഴെ നമുക്ക് മനസ്സിലാവും 1, 2, 3 എക്സെട്രാ നാച്ചുറൽ നമ്പേഴ്സ് ആണ് വരുന്നത്. സോ അതിൽ ഈവൺ നാച്ചുറൽ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഒരു സബ് സീക്വൻസസ് ഉണ്ടാക്കാൻ പോകുക. സോ അതിന് നമുക്ക് എങ്ങനെ പറയാം, എക്സ് ഡാഷ് എന്ന് പറയുന്ന സബ് സീക്വൻസ് ഈക്വൽ ടു ഈവൺ ആയിട്ട് വരുന്ന, ഡിനോമിനേറ്റർ ഈവൺ ആയിട്ട് വരുന്ന അതിൻ്റെ ഒരു സീക്വൻസ്. സോ 1/2, 1/4 എക്സെട്രാ 1/2k etc. എന്ന് വരും അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ സബ്സീക്വൻസ് ഓഫ് ദ സീക്വൻസസ് എക്സ് ഈക്വൽ ടു 1/n. ഓക്കെ, അതേപോലെ ഈ ഒരു സബ് സീക്വൻസ് മാത്രം ഉണ്ടെന്നല്ല, ഇതിന് ഇനിയും ഒരുപാട് സബ് സീക്വൻസസുകൾ ഉണ്ടാവും. സോ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു സബ് സീക്വൻസ് എങ്ങനെ പറയാം, ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ എക്സ് ഡബിൾ ഡാഷ് വേറൊരു സബ് സീക്വൻസ് 1/3, 1/1, 1/3, 1/5. ദാറ്റ് ഈസ് എ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്നും അതിൻ്റെ നമ്മൾ ഏതാ എടുത്തത്, ഓഡ് നമ്പേഴ്സിനെ വെച്ചിട്ട്, താഴെ ഡിനോമിനേറ്റേഴ്സ് ഓഡ് നമ്പേഴ്സ് ആണ്, ഇത് വെച്ചിട്ട് നമുക്കൊരു സബ് സീക്വൻസ് പറയാം. ഇനിയും സബ് സീക്വൻസ് പറയാം. വേറെ ഒന്ന് പറയുകയാണെങ്കിൽ എക്സ് ട്രിപ്പിൾ ഡാഷ് ഇസ് ഈക്വൽ ടു 1/2 ഫാക്ടോറിയൽ, 1/4 ഫാക്ടോറിയൽ എക്സെട്രാ 1/2k ഫാക്ടോറിയൽ അല്ലേ. ഇങ്ങനെ ഒരുപാട് സബ് സീക്വൻസ് പറയാം. സോ ഇതിൽ നിന്ന് നമുക്ക് എന്താ പറയാൻ പറ്റുക, ഒരു സീക്വൻസിന് ഒരു സബ് സീക്വൻസ് അല്ല ഉണ്ടാവുക, ഒരുപാട് സബ് സീക്വൻസ് ഉണ്ടാവും. അതേപോലെ ഒരു ഓർഡറും ഇല്ലാതെ ഏത് രീതിയിലും ഇതിൽ എലമെന്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സബ് സീക്വൻസ് ഉണ്ടാക്കാനും പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു സീക്വൻസ് എഴുതാണ് 1/2, 1/1, 1/4, 1/3 എക്സെട്രാ, ഈ ഒരു ഫോം. ഇതൊരു ഈ നമ്മുടെ 1/n എക്സ് ഈക്വൽ ടു 1/n എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സീക്വൻസിന്റെ സബ് സീക്വൻസ് ആവുമോ ഇല്ലയോ, ആവില്ല അല്ലെ. ഇതിനൊരു കറക്റ്റ് ഓർഡർ ഇല്ല. ഇതിനൊരിക്കലും നമുക്ക് ഇതിനൊരു ലിമിറ്റിലേക്ക് കൺവേർജ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു സീക്വൻസ് കൺവേർജ് ചെയ്യും അല്ലെ, കൺവേർജ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സീക്വൻസിനെ ഒന്നെങ്കിൽ നമുക്ക് ആൾട്ടർനേറ്റിംഗ് സീക്വൻസ് ആക്കണം, അതും നമുക്ക് പറ്റില്ല. സോ വി cannot say that this is a subsequence of the sequence x equal to 1/n. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഇതെല്ലാം സബ് സീക്വൻസുകൾ ആയിരിക്കും. ഓക്കെ,
Then next നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറം പറയാണ്. ദാറ്റ് ഈസ് ദ തിയറം ഓൺ സബ്സീക്വൻസ് ഓഫ് എ സീക്വൻസ്. സോ ഇത് പറയുമ്പോൾ നമ്മൾ ആദ്യം if a sequence x equal to xn of real numbers converges to a real number x, അതായത് നമ്മുടെ സീക്വൻസ് x equal to xn എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സബ്സീക്വൻസ്, ഈ ഒരു സീക്വൻസിന്റെ സബ്സീക്വൻസ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് എൻ കെ ഓൾസോ കൺവേർജസ് ടു ദിസ് എക്സ്, സെയിം പോയിന്റിലേക്കായിരിക്കും കൺവേർജ് ചെയ്യുക എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അതായത് ഒരു സീക്വൻസിന്റെ സബ്സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ, ഏത് സബ്സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും സീക്വൻസിന്റെ ലിമിറ്റ് എന്താണോ അതന്നെ ആയിരിക്കും ആ സബ്സീക്വൻസിന്റെയും ലിമിറ്റ് എന്ന് നമുക്ക് കാണിക്കണം അല്ലേ. സോ നമുക്ക് ആദ്യം എന്ത് പറയാം, നമ്മൾ അബ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സീക്വൻസിന്റെ കണ്ടീഷൻസ്, എങ്ങനെയാണ് ഇത് കൺവേർജ് ചെയ്യാന്നുള്ളതൊക്കെ അല്ലേ. സോ നമുക്ക് ഇവിടെയും എന്ത് പറയാം, ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമുക്ക് എന്ത് പറയാം, ലെറ്റ് ദർ എക്സിസ്റ്റ് കെ ഓഫ് എപ്സിലോൺ സച്ച് ദാറ്റ് for all n greater than or equal to k of epsilon, which implies modulus of xn minus x less than epsilon. ഇതെന്താ പറയുന്നത്, നമ്മുടെ x equal to xn എന്ന് പറയുന്ന പോയിന്റിനെ for epsilon greater than 0 there exists k of epsilon such that for n greater than or equal to k നമുക്ക് എന്ത് പറയാം, xn എന്ന് പറയുന്ന സീക്വൻസ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് എപ്സിലോൺ വെച്ചിട്ട് പറയാം അല്ലേ. അതേപോലെ തന്നെ നമ്മൾ അത് പറയുന്ന സമയത്ത് നമ്മൾ സബ്സീക്വൻസ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദ സീക്വൻസ് ഓഫ് ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. ലെറ്റ് n1 n2 എക്സെട്രാ nk എക്സെട്രാ ബി ദ ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. സോ it is easily we can prove that by the method of induction it is hold for all n k greater than or equal to k ക്ക് ഇത് പ്രൂവ് ആയിരിക്കും എന്നുള്ളത്. സോ ഇവിടെ k is k of epsilon അല്ലേ. സോ we have nk greater than or equal to k of epsilon അല്ലേ. nk greater than or equal to k of epsilon. പിന്നെ നമുക്ക് ഇതിന് എന്താ പറയാം, അതായത് നമ്മൾ പറയാണ് if k greater than or equal to k of epsilon അല്ലേ, വിച്ച് ഇംപ്ലൈസ്, അതായത് നമ്മൾ പറഞ്ഞു എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഓഫ് എപ്സിലോണിന് ഇതെന്തായിരിക്കും ബൈ ഇൻഡക്ഷൻ, ഇതെല്ലാം എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഓഫ് എപ്സിലോണിന് ഹോൾഡ് ചെയ്യും. സോ ഇഫ് കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഓഫ് എപ്സിലോൺ ആൻഡ് എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഓഫ് എപ്സിലോൺ, ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. സോ നമുക്ക് എന്ത് പറയാം, എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഓഫ് എപ്സിലോൺ എന്ന് പറയാം. സോ ദാറ്റ് നമുക്ക് എന്താ പറയാം, so that modulus of x nk minus x less than epsilon അല്ലേ. ഈ ഒരു ഫോമാറ്റിലേക്ക് എക്സ് എൻ കെ മൈനസ് എക്സിന്റെ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ ആർബിറ്ററി അല്ലേ, എപ്സിലോൺ ഈസ് ആർബിറ്ററി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് subsequence x and k converges to x. So നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സീക്വൻസ് ഓൾസോ കൺവേർജസ് ടു എക്സ് ആണ്. ദെൻ സബ്സീക്വൻസും എക്സിലേക്ക് കൺവേർജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്വൻസിന്റെയും സബ്സീക്വൻസിന്റെയും ലിമിറ്റ് സെയിം ആണ് എന്നാണ്. സോ ദ തിയറം ഈസ് പ്രൂവ്ഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ചെറിയൊരു എക്സാമ്പിൾ നമുക്ക് ഇതിലേക്ക് നോക്കാം. സോ ഒരു എക്സാമ്പിൾ പറയുന്ന സമയത്ത് ഞാൻ പറയാണ് ലിമിറ്റ് ബി എൻ അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 0 ഇഫ് 0 ലെസ് ദാൻ ബി ലെസ് ദാൻ 1 എന്നുള്ളതാണ് നമുക്ക് കാണിക്കേണ്ടത്. ദാറ്റ് ഈസ് ബി എൻ എന്ന് പറയുന്ന സീക്വൻസിന്റെ ലിമിറ്റ് 0 ആണ് എന്ന് നമുക്ക് കാണിക്കണം അല്ലേ. സോ നമുക്കറിയാം ഇഫ് 0 ലെസ് ദാൻ ബി ലെസ് ദാൻ 1 ആൻഡ് നമ്മുടെ എക്സ് എൻ ഓൾസോ ഇഫ് xn is equal to bn, xn എന്ന് പറയുന്ന സീക്വൻസിനെ നമ്മൾ bn ആക്കിയിട്ട് എടുക്കുകയാണ്. സോ നമ്മൾ ബെർണൗളീസ് ഇനീക്വാളിറ്റി പ്രകാരം നമുക്ക് എന്ത് പറയാം, then by Bernoulli's inequality we can say that limit xn is equal to 0. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോബ്ലം ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യും. നമ്മൾ മെത്തേഡ് ഓഫ് ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ട് ബെർണൗളീസ് ഇനീക്വാലിറ്റി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. സോ ആൾട്ടർനേറ്റീവ്ലി നമുക്ക് എന്ത് പറയാം, വി ക്യാൻ സീ ദാറ്റ് സിൻസ് 0 ലെസ് ദാൻ ബി ലെസ് ദാൻ 1 then
xn plus 1 is equal to bn plus 1 അല്ലെ xn-നെയാണ് bn എന്ന് എടുത്തിട്ട് സോ xn plus 1 is equal to b power n plus 1 അല്ലെ സോ ഈ b power n plus 1 എന്തായിരിക്കും which is less than bn because b is approximately between 0 and 1 open interval 0 and 1 അല്ലെ then ഈ bn is equal to xn എന്ന് നമുക്ക് പറയാം സോ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് എന്താ xn plus 1 less than xn എന്നാ അല്ലെ xn plus 1 less than xn so we can say that this sequence is a decreasing sequence so and also it is also clear that b എന്ന് പറയുന്നതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് പറയുന്നത് so we can also say that 0 less than or equal to xn less than or equal to 1 സോ ഇത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മോണോട്ടോൺ കൺവേർജൻസ് തിയറം അല്ലെ അത് യൂസ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ പറയുന്നത് സോ ഈ സീക്വൻസ് ഓൾസോ കൺവേർജസ് ആണ് എന്ന് നമുക്ക് പറയാം സോ അതിന്റെ ഒരു ലിമിറ്റ് ആക്കിയിട്ട് നമ്മൾ എക്സ് എന്ന് എടുക്കുക ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് എൻ ഓക്കെ ഇനി നമ്മൾ ഇതിന്റെ ഒരു സബ്സീക്വൻസ് എക്സ് ടു എന്നിനെ പറയാണ് ഈസ് എ സബ്സീക്വൻസ് ഓഫ് എക്സ് എൻ ഈസ് എ സബ്സീക്വൻസ് ഓഫ് എക്സ് എൻ then നമ്മൾ എന്തെടുക്കുക ഇത് സബ്സീക്വൻസ് ഓഫ് എക്സൻ ആണെങ്കിൽ തൊട്ട് മുമ്പത്തെ തിയറത്തിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ എക്സൻ എന്ന് പറയുന്ന സീക്വൻസിന്റെ ലിമിറ്റ് എക്സ് ആണ് സോ അതിന്റെ ഒരു സബ്സീക്വൻസ് ഏത് സബ്സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും അതേ ലിമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു സോ ഈ ഒരു സീക്വൻസിന്റെ ലിമിറ്റും ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടു എൻ ഈസ് ഓൾസോ എക്സ് ആയിരിക്കും ഓക്കെ അതേപോലെ തന്നെ നമുക്ക് അപ്പൊ എന്ത് പറയാം എക്സ് ടു എൻ ഇസ് ഈക്വൽ ടു ബി ടു എൻ അല്ലെ എക്സ് എൻ ഇസ് ഈക്വൽ ടു ബി എൻ എന്ന് നമ്മൾ പറഞ്ഞ പോലെ എക്സ് ടു എൻ ഇസ് ഈക്വൽ ടു ബി ടു എൻ എന്ന് പറയാം വിച്ച് ഈസ് ഈക്വൽ ടു ബി പവർ എൻ ഹോൾ സ്ക്വയർ വിച്ച് ക്യാൻ ബി പവർ എൻ എന്താ നമ്മുടെ എക്സ് എൻ സ്ക്വയർ ആണ് എന്ന് പറയാം സോ വി ക്യാൻ സേ ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടു എൻ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ലിമിറ്റ് അപ്ലൈ ചെയ്യാണ് നമ്മുടെ എക്സ് ടു എന്നിന്റെ ലിമിറ്റ് എക്സ് ആണെന്ന് പറഞ്ഞു ലിമിറ്റ് എക്സ് എന്നിന്റെ ലിമിറ്റ് എക്സ് ആണ് അല്ലെ സോ എക്സ് ടു എന്നിന്റെ ലിമിറ്റ് ഓൾസോ എക്സ് ആണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടു എൻ സോ എക്സ് ടു എന്നിനെ നമുക്ക് എന്ത് പറയാം ഇവിടുന്ന് എക്സ് എന്നിന്റെ സ്ക്വയർ ആണ് സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് എൻ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് എൻ ഹോൾ സ്ക്വയർ അല്ലെ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് നമുക്ക് പറയാം therefore we must have either x is equal to 0 അല്ലെങ്കിൽ 1 ഇത് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഷോ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് പോസിബിൾ ആവണമെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടു എന്നിന്റെ ആണ് അതായത് അത് തന്നെയാണ് ഇതും അല്ലെ സോ എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കിട്ടുക സോ ഇത് പറയുന്നത് എന്താ ഒന്നുകിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 ആവണം അതല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 1 ആവണം -1 ആവാൻ പറ്റുമോ ഇല്ല -1 ആവാൻ പറ്റില്ല because we are defining the sequence in terms of natural numbers since the sequence xn is decreasing and bounded by 0 less than b less than 1 we deduce that നമുക്ക് എന്ത് പറയാം ഇതിന്റെ ബൗണ്ട് എന്ന് പറയുന്നത് ബി ലെസ് ദാൻ 1 ആണ് അല്ലെ നമ്മൾ പറയുന്നത് ബിയുടെ സോ വി ക്യാൻ സിൻസ് ബി ലെസ് ദാൻ 1 വി ക്യാൻ സേ ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ദാറ്റ് ഈസ് ദ ലിമിറ്റ് ഓഫ് ദ സീക്വൻസ് ആൻഡ് ദ സബ്സീക്വൻസ് ഈസ് ഓൾസോ എക്സ് ഈക്വൽ ടു 0 okay then the next let x equal to xn be a sequence of real numbers then the following are equivalent എന്നുള്ളതാണ് സോ ഇത് നമുക്ക് ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരു സീക്വൻസ് കൺവേർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് ഫോർ ഓൾ epsilon greater than 0 there exists k belongs to n such that for all nk belongs to n then നമുക്ക് എന്ത് പറയാം മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാം പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താ വിച്ച് ഡസ് നോട്ട് കൺവേർജസ് ടു എക്സ് ഒരു എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല സോ നമുക്ക് അവിടെ ഒരു എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 ഉണ്ടാവും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിത്ത് ഇത് ലെസ് ദാൻ എന്ന് പറയാൻ പറ്റുമോ ഇല്ല വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആയിരിക്കും സോ അങ്ങനെയാണ് ഈ ഒരു കണ്ടീഷൻ സോൾവ് ചെയ്യുന്നത് സോ ദിസ് ഈസ് ദ 1 ഇംപ്ലൈസ് 2 ഇനി നമുക്ക് കാണിക്കേണ്ടത് 2 ഇംപ്ലൈസ് 1 ആണ് അല്ലെ 2 ഇംപ്ലൈസ് 1 എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സബ്സീക്വൻസ് ഉണ്ടായിരിക്കും അതും എന്തായിരിക്കും എക്സ് ഈക്വൽ ടു എക്സ് എന്നിലേക്ക് കൺവേർജ് ചെയ്യില്ല ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ആയിട്ടുള്ള ഒരു സബ്സീക്വൻസും ഉണ്ട് എന്നുള്ളതാണ് സോ അതിനും വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ലെറ്റ് എപ്സിലോൺ നോട്ട് ബി greater than that is there exists epsilon not greater than 0 in നമ്മുടെ എടുക്കുകയാണ് and n1 belongs to n such that n1
greater than or equal to 1 and modulus of xn1 minus x greater than or equal to epsilon naught. അതായത് നമ്മൾ കേക്ക് 1 കൊടുത്ത ഒരു കേസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 2 implies 1 ആണ്. സോ 2ൽ പറയുന്ന പോലെ k belongs to n എടുത്തു, that is 1 belongs to n എടുത്തു. Then there exists n1 belongs to n such that n1 greater than or equal to 1 അല്ലെ. കേക്ക് നമ്മൾ എന്താ കൊടുത്താൽ ഈ ഒരു കണ്ടീഷനിൽ 1 സാറ്റിസ്ഫൈ ചെയ്ത് കൊടുത്താൽ. ഇനി അതേപോലെ n2 കൊടുത്തു കഴിഞ്ഞാൽ n2 belongs to n കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, such that n2 greater than or equal to 2 modulus of xn2 modulus of xn2 minus x greater than or equal to epsilon naught എന്ന് പറയാം അല്ലേ. ഇനി ഇതേപോലെ n3 എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇതേപോലെ തന്നെ പറയാം. സോ ഇതേ ഒരു രീതിയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം, we get the subsequence x dash is equal to xnk of x such that modulus of xnk minus x greater than or equal to epsilon naught for all k belongs to n എന്ന് നമുക്ക് പറയാം. That is we get here. Okay, so it is 2 implies 1. ഇനി നമുക്ക് കാണിക്കേണ്ടത് ഈ ഒരു കണ്ടീഷൻ സി എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ 2 implies 1 അല്ല, this is 2 implies 3. Okay, so 2 implies 3 എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 3 കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് 3ൽ നിന്ന് 1ലേക്ക് എങ്ങനെ എത്താം എന്ന് നോക്കാം. So we have to prove 3 implies 1. Okay, that is നമ്മളിവിടെ സപ്പോസ് ചെയ്യാണ് x equal to xn has a subsequence ഏതാണ് x dash is equal to xnk എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്, സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ ദാറ്റ് ഏത് കണ്ടീഷനാണ് നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടീഷൻ, സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ 3 അല്ലേ, സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ 3 എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സബ്സീക്വൻസ് ഉണ്ട് എന്ന് എടുക്കുകയാണ്. ദെൻ എക്സ് കനോട്ട് കൺവേർജസ് ടു എക്സ്, നമ്മുടെ സീക്വൻസ് എക്സ് എന്തില്ല, കൺവേർജ് ചെയ്യില്ല. ആ ഒരു ഡെഫിനിഷൻ കിട്ടിയാൽ അങ്ങനെ കൺവേർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ദ സബ്സീക്വൻസ് എക്സ് ഡാഷ് അല്ലെ, ഈ എക്സ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ സബ്സീക്വൻസ് എക്സ് ഡാഷ് ഇസ് ഓൾസോ കൺവേർജസ് ടു ദാറ്റ് എക്സ്. പക്ഷെ ഇതെന്ന് പറയുന്നത് പോസിബിൾ അല്ല. സോ we can say that our sequence x dash our sequence x subsequence x dash belongs to the neighborhood of x ആണ് and നമുക്ക് എന്ത് പറയാം, അത് കൺവേർജ് ചെയ്യില്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, ദിസ് ഈസ് ദ 3 equivalent condition. സോ ഇതിൽ നിന്ന് ഡെഡ്യൂസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിമാർക്കാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിൻസ് ഓൾ സബ്സീക്വൻസ് ഓഫ് എ കൺവേർജൻറ്റ് സീക്വൻസ് മസ്റ്റ് കൺവേർജസ് ടു സെയിം ലിമിറ്റ്, അതായത് ഒരു സീക്വൻസിന്റെ കൺവേർജ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ്, കൺവേർജ് ചെയ്യാത്ത സീക്വൻസ് ഉണ്ട്, ഡൈവേർജിങ് സീക്വൻസസ് അല്ലെ, അതിന്റെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഒരു സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന സീക്വൻസുകളുടെ ഏത് സബ് സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും ലിമിറ്റ് ആ സീക്വൻസിന്റെ ലിമിറ്റ് തന്നെയായിരിക്കും. അതായത് ഒരു സീക്വൻസ് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ഏത് പോയിന്റിലേക്കാണോ ആ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നത് ആ പോയിന്റിലേക്ക് തന്നെയായിരിക്കും അതിന്റെ എല്ലാ സബ്സീക്വൻസുകളും കൺവേർജ് ചെയ്യാം. Okay, so it follows that if any two subsequence of a given sequence have different limit, then the given sequence is not convergent. അതായത് ഒരു സീക്വൻസ് നമ്മൾ എടുക്കുകയാണ്, അതിൻ്റെ രണ്ട് സബ്സീക്വൻസും നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് അതിനെന്താണ്, രണ്ട് സബ്സീക്വൻസും എടുത്തു കഴിഞ്ഞിട്ട് അത് രണ്ടും ഡിഫറെൻറ്റ് ലിമിറ്റിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ആ സീക്വൻസ് കൺവേർജിങ് സീക്വൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. ദെൻ ഇറ്റ് ഈസ് എ ഡൈവേർജൻറ്റ് സീക്വൻസ്. സോ അതിന് എക്സാമ്പിൾ ഒന്ന് ഫൈൻഡ് ചെയ്ത് നോക്കുക, നമുക്ക് ഓരോ എക്സാമ്പിളും എടുത്ത് കാണിച്ചു നോക്കാം. സോ ഒരു സീക്വൻസ് ഏത് ലിമിറ്റിലേക്കാണോ കൺവേർജ് ചെയ്യുന്നത് അതിലേക്ക് തന്നെയാണ് സബ് സീക്വൻസുകളും കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റ് സെയിം ആണെന്ന് പറയാം അല്ലേ. അതേപോലെ ഒരു സീക്വൻസിന്റെ രണ്ട് സബ് സീക്വൻസ് എടുത്തിട്ട് അത് രണ്ടും ഡിഫറെൻറ്റ് ലിമിറ്റിലേക്കാണ് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിനൽ സീക്വൻസ് ഡൈവേർജൻറ്റ് സീക്വൻസ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ അതാണ് ഇനി നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. വാട്ട് ഈസ് ദ ഡൈവേർജൻസ് ക്രൈറ്റീരിയ? ഇഫ് എ സീക്വൻസ് എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് റിയൽ നമ്പേഴ്സ് ഹാവ് എയ്തർ ഓഫ് ദ ഫോളോവിങ് പ്രോപ്പർട്ടീസ് ദെൻ എക്സ് ഈസ് ഡൈവേർജൻറ്റ്. എക്സ് ഡൈവേർജൻ്റ് ആണ് എന്നാണ് നമ്മൾ പറയുന്നത്.
Okay, so ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x had two convergent subsequence x dash is equal to xnk and x double dash is equal to xrk whose limits are not equal. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കേസ്, അതായത് ഒരു സീക്വൻസ് ഡൈവേർജന്റ് ആവാനുള്ള ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ്? ഡൈവേർജൻസ് ക്രൈറ്റീരിയ അല്ലെ. അപ്പം നമ്മൾ പറയാണ് അതിൻ്റെ കൺവേർജ് ചെയ്യുന്ന രണ്ട് സബ്സീക്വൻസ് എടുക്കുകയാണ്. ആ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നുണ്ടോ ഡൈവേർജ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല, അതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. പക്ഷെ അതിൻ്റെ രണ്ട് സബ്സീക്വൻസസ്, ഒരു എക്സ് ഡാഷും എക്സ് ഡബിൾ ഡാഷും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടും ലിമിറ്റ് ഡിഫറെൻ്റ് ആണെങ്കിൽ ദെൻ ദാറ്റ് സീക്വൻസ് ഈസ് എ ഡൈവേർജിങ് സീക്വൻസ്. ആൻഡ് രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എക്സ് അൺബൗണ്ടഡ് ആണെങ്കിൽ, നമ്മുടെ സീക്വൻസ് അൺബൗണ്ടഡ് സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് എ divergent sequence. So these are the two criteria for the divergence of a sequence. Okay. Then next, monotone subsequence theorem. Monotone subsequence theorem, monotone sequence theorem നമ്മൾ തൊട്ട് മുമ്പ് പറയുന്നുണ്ട്. സോ എന്താണ് monotone subsequence theorem? If x equal to xn is a sequence of real numbers, then there is a subsequence of x that is monotone. ഓക്കെ, അതായത് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. സോ അതിൻ്റെ ഒരു സബ്സീക്വൻസ് മോണോട്ടോൺ, അതെ മോണോട്ടോൺ ആയിട്ടുള്ള ഒരു സബ്സീക്വൻസ് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് കാണിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്ത് പറയണം? എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഉണ്ട്. സോ അത് യൂസ് ചെയ്തിട്ട് അതിനൊരു സബ്സീക്വൻസ് ഉണ്ട് എന്ന് കാണിക്കണം. ആ സബ്സീക്വൻസ് എന്താണെന്ന് പറയേണ്ടത്? മോണോട്ടോൺ ആണെന്ന് പറയണം. ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് എ സീക്വൻസ് ഓഫ് മോണോട്ടോൺ. ഓക്കെ, സോ നമ്മൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്തെടുക്കുകയാണ്? വി സേ ദാറ്റ് mth ടേം എക്സ് എം ഈസ് എ പീക്ക് എന്ന് നമ്മൾ എടുക്കുകയാണ്. അതായത് നമ്മുടെ സീക്വൻസ് എക്സ് ഈക്വൽ ടു എക്സ് എന്നിൻ്റെ mth ടേമിനെ നമുക്ക് എക്സ് എം എന്ന് പറയാം. ഇത് പീക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ പീക്ക് ആക്കിയിട്ട് ലെറ്റ് ചെയ്യാണ്. സോ പീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ എക്സീഡ് ചെയ്യുന്ന വേറൊരു എലമെന്റ്സ് ഈ ഒരു സീക്വൻസിൽ ഉണ്ടാവാൻ പാടില്ല. ദാറ്റ് ഈസ് നമ്മൾ ഏതൊരു എക്സ് എൻ എടുത്തു കഴിഞ്ഞാലും, വേറെ ഏത് എക്സ് എൻ എടുത്തു കഴിഞ്ഞാലും എക്സ് എം ആയിരിക്കും വലുത് എക്സിനെക്കാട്ടിലും. ദാറ്റ് ഈസ് ദർ ഈസ് നോ എലമെന്റ് വിച്ച് എക്സീഡ് എക്സ് എം. ഓക്കെ, ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് നമുക്ക് പറയാം. സോ ഈ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് ഡിക്രീസിങ് സീക്വൻസ് ആണ്. ദെൻ എവറി ടേം ഈസ് എ പീക്ക് y is an increasing sequence, no term is a peak. അല്ലേ? സോ ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെ പറയാം. സോ ഓരോ ടേമും നമുക്ക് പീക്ക് ആണെന്ന് പറയാം അല്ലേ? അതിനെക്കാട്ടിലും ചെറുതായിട്ട് ഒരുപാട് ടേംസുകൾ ഉണ്ട്. ആൻഡ് ഇൻക്രീസിങ് സീക്വൻസ് പറയുന്ന സമയത്ത് വലുതായി വന്നുകൊണ്ടിരിക്കുക. സോ വി ക്യാൻ പ്രെഡിക്റ്റ് അതിൻ്റെ ഒരു പീക്ക് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ വി കൺസിഡർ ടു കേസസ്. നമ്മൾ രണ്ട് കേസസ് കൺസിഡർ ചെയ്യാണ്. ഒന്നാമത്തത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാ? ഡിപ്പെൻഡിങ് അപ്പോൺ വെദർ എക്സ് ഹാസ് ഇൻഫൈനൈറ്റ്ലി മെനി ഓർ ഫൈനൈറ്റ്ലി മെനി പീക്സ്. സോ ആദ്യം നമ്മൾ നമ്മുടെ എക്സ് ഈക്വൽ ടു എക്സിന് ഫൈനൈറ്റ്ലി മെനി പീക്സ് ഉണ്ടെന്ന് എടുക്കുകയാണ്. അതേപോലെ ഇൻഫൈനൈറ്റ്ലി മെനി പീക്ക് എടുത്തിട്ട് രണ്ട് കേസ് നമ്മൾ എടുത്തിട്ടാണ് അതിനൊരു സബ്സീക്വൻസ് ഉണ്ട് മോണോട്ടോൺ ആയിട്ടുള്ള എന്നുള്ളത് പറയുന്നത്. സോ കേസ് 1 എന്ത് പറയാം? എക്സ് ഹാസ് ഇൻഫൈനൈറ്റ്ലി മെനി പീക്സ്. ഓക്കെ, സോ ഈ ഒരു കേസിൽ നമുക്ക് എന്ത് പറയാം? നമ്മൾ ഈ പീക്കുകളെല്ലാം ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ആസ് എൻ ഇൻക്രീസിങ് സബ്സ്ക്രിപ്റ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പീക്കിനെ അറേഞ്ച് ചെയ്യാൻ പോയി. എങ്ങനെയാ പറയാം? ഏതൊക്കെയായിരിക്കും പീക്ക്? XM1, XM2, എക്സെട്ര, XMK, എക്സെട്ര അല്ലേ? സോ ഇതിന് ഈച്ച് ടേം പീക്ക് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? ഈസ് എ ഡിക്രീസിങ് സീക്വൻസ്. XM1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു XM2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സെട്ര, XMK ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സെട്ര എന്ന് പറയാം അല്ലേ? Therefore the sequence of peaks is a decreasing subsequence of x. സോ നമ്മുടെ ഈ xn എന്ന് പറയുന്ന സീക്വൻസ് പറഞ്ഞാൽ അതിൽ ഒരുപാട് ടേംസ് ഉണ്ട്, പക്ഷേ m ടേംസിന് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതിനെ നമ്മൾ ഇൻക്രീസിങ് സബ്സ്ക്രിപ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. സോ ഇറ്റ് ഈസ് എ ഡിക്രീസിങ് സബ്സീക്വൻസ് ഓഫ് ദ സീക്വൻസ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു കേസിൽ പ്രൂവ്ഡ് ആണെന്ന് പറയാം. ദെൻ ദ കേസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ എടുക്കുക? എക്സ് ഹാസ് ഫൈനൈറ്റ്ലി മെനി പീക്സ്.
എക്സിന് ഫൈനൈറ്റ്ലി മെനി പീക്സ് ആ ഒരു കേസ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് പറയാം, പോസിബിളി സീറോ ഈസ് ഓൾസോ പോസിബിൾ അല്ലേ. ഫൈനൈറ്റ്ലി മെനി പോസിബിൾ സീറോ, സീറോയും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആണ് അല്ലേ. സോ അത്രയും ഫൈനൈറ്റ്ലി മെനി പീക്സ് ഉണ്ടെന്ന് എടുക്കുകയാണ്. സോ നമ്മൾ ഈ ഒരു പീക്സിനെ ഇൻക്രീസിങ് സബ്സ്ക്രിപ്റ്റിന്റെ രീതിയിൽ നേരത്തെ അറേഞ്ച് ചെയ്തതുപോലെ തന്നെ ഏതായിരിക്കും നമ്മുടെ പീക്സ്, XM1, XM2, എക്സെട്ര, XMK എക്സെട്രാനെ നമ്മൾ അറേഞ്ച് ചെയ്യാണ്. ലെറ്റ് അതിന് വേണ്ടിയിട്ട് ലെറ്റ് S1 is equal to MR plus 1 എന്ന് നമ്മൾ എടുക്കുകയാണ്. This is not MR plus 1, this is MR plus 1. Okay, so be the first index. ഇതിനെ നമ്മൾ എടുക്കുകയാണ് be the first index beyond the last. ഓക്കെ, എന്ന് നമ്മൾക്ക് ലാസ്റ്റ് പീക്കിന് ബിയോണ്ട് ആയിട്ടുള്ള ഫസ്റ്റ് ഇൻഡെക്സ് ആക്കിയിട്ട് നമ്മൾ ഇതിനെടുക്കുക. സോ നമുക്ക് എന്ത് പറയാം, XS1 എന്ന് പറയുന്നത് ഈസ് നോട്ട് പീക്ക് എന്ന് പറയാം. ഓക്കെ, അതായത് നമ്മുടെ പീക്കുകളെ നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തു. അതിൽ നമ്മൾ S1 is equal to MR plus 1 എന്ന് എടുക്കുക. MR വരെ അതിലേക്ക് 1 ആഡ് ചെയ്തത്. സോ നമുക്ക് എന്താ പറയുക, XS1 എന്ന് പറയുന്നത് പീക്കല്ല അല്ലേ. XS1 ഈസ് നോട്ട് പീക്ക് എന്ന് പറയാം, ബിക്കോസ് ഇറ്റ്സ് എ ഇൻക്രീസിങ് സീക്വൻസ് എന്നുള്ള ടേമിലാണ്, ഇൻക്രീസിങ് സബ്സ്ക്രിപ്റ്റിന്റെ ടേമിലാണ് നമ്മളിത് പറയുന്നത്. സോ നമുക്ക് എന്ത് പറയാം, ഇനി നെക്സ്റ്റ് ദർ എക്സിസ്റ്റ് S2 greater than S1 such that XS1 less than XS2 എന്ന് പറയാം. Since XS2 is not a peak, അല്ലെ, ഇതിനെക്കാട്ടിലും വലുതുണ്ട്, ഇതും എന്തല്ല. ഇനി നെക്സ്റ്റ് നമ്മൾ എന്തെടുക്കുക, ദ റെസിസ്റ്റ് S3 greater than S2 such that XS2 less than XS3 എന്ന് എടുക്കുക. അതേപോലെ തന്നെ കണ്ടിന്യൂയിങ് ദിസ് വേ, ഈ വേയിൽ നമ്മൾ ആദ്യം S1 എടുത്തു, S2 എടുത്തു, S3 എടുത്തു. സോ ഈ ഒരു വേയിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം, വി ഒബ്റ്റെയിൻ എൻ ഇൻക്രീസിങ് സബ്സീക്വൻസ് ഓഫ് SK ഓഫ് X അല്ലേ. സോ നമുക്ക് എന്ത് പറയാം, ഈ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് ഒരു സബ്സീക്വൻസ് ആണ്, ഇൻക്രീസ് ചെയ്യുന്ന ഒരു സബ്സീക്വൻസേ ഉള്ളൂ എന്നുള്ളത് കാണിക്കാൻ ഭയങ്കര പണിയാണ്. പക്ഷെ ആൻഡ് അതർ സബ്സീക്വൻസ് എന്തായിരിക്കും, ഡിക്രീസ് ആയിരിക്കും എന്ന് പറയാം. സോ ഇൻക്രീസിങ് ആവട്ടെ ഡിക്രീസിങ് ആവട്ടെ, വി ക്യാൻ സേ ദാറ്റ് ദിസ് ഹാസ് എ സബ്സീക്വൻസ് ഓഫ് മോണോട്ടോൺ. സോ രണ്ട് കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും നേരത്തെ കേസിലും നമുക്ക് പറഞ്ഞിട്ടുള്ളത് അതിനൊരു ഡിക്രീസിങ് ആയിട്ടുള്ള സബ്സീക്വൻസ് ഓഫ് പീക്സ് ഉണ്ട് അല്ലേ. സോ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇതിന് എന്തുണ്ട് എന്നാണ്, ഇൻക്രീസിങ് സബ്സീക്വൻസ് ഉണ്ട് എന്നാണ്. സോ വി ക്യാൻ സേ ദാറ്റ് if X equal to Xn is a mono sequence of real numbers, then there is a subsequence of X that is monotone. Okay, so next നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ബോൾസാനോ-വീൽസ്ട്രാസ് തിയറം. നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഇത് കണ്ടിട്ടുണ്ടാവും അല്ലേ. സോ എ ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പർ ഹാസ് എ കൺവേർജന്റ് സബ്സീക്വൻസ്. അതായത് ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ബൗണ്ടഡ് ആണെങ്കിൽ അതിന് കൺവേർജ് ചെയ്യുന്ന ഒരു സബ്സീക്വൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇതിന് രണ്ട് തരത്തിൽ നമുക്ക് ഇതിനെ കാണിക്കാൻ പറ്റും. ഓക്കെ, എങ്ങനെ പറയാം, സോ മോണോട്ടോൺ സബ്സീക്വൻസ് തിയറം പ്രകാരം, അതായത് X ഈക്വൽ ടു XN എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സിന് മോണോട്ടോൺ ആയിട്ടുള്ള ഒരു സബ്സീക്വൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാം അല്ലെ. ആ മോണോട്ടോൺ ആയിട്ടുള്ള സബ്സീക്വൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ഇഫ് X ഈക്വൽ ടു XN ഈസ് എ ബൗണ്ടഡ് സീക്വൻസ്. ഓക്കെ, അതായത് മോണോട്ടോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബൈ ഏതാണ് പറയാ, മോണോട്ടോൺ കൺവേർജൻസ്, മോണോട്ടോൺ സബ്സീക്വൻസ് കൺവേർജൻസ് തിയറം അല്ലെ. മോണോട്ടോൺ സബ്സീക്വൻസ് തിയറത്തിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, ഇങ്ങനെയാണെങ്കിൽ ഇഫ് X ഈക്വൽ ടു XN ഈസ് എ ബൗണ്ടഡ് സീക്വൻസ് നമുക്ക് എന്ത് പറയാം, ദെൻ ഇറ്റ് ഹാസ് എ സബ്സീക്വൻസ് X dash which is equal to XNK, that is monotone. അല്ലെ, മോണോട്ടോൺ സബ്സീക്വൻസ് തിയറം പ്രകാരം ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് മോണോട്ടോൺ ആയിട്ടുള്ള ഒരു സബ്സീക്വൻസ് ഉണ്ട് എന്ന് കാണിക്കും, നമുക്കറിയാം. സോ ഈ ഒരു മോണോട്ടോൺ സബ്സീക്വൻസ് കൺവേർജ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണിച്ചാൽ മതി അല്ലെ. സോ നമുക്ക് എന്ത് പറയാം, സിൻസ് ദ സബ്സീക്വൻസ് ഈസ് ഓൾസോ ബൗണ്ടഡ്,
ഇത് ബൗണ്ടഡ് ആണെങ്കിൽ ബൗണ്ടഡ് സീക്വൻസ് ഹാസ് എ ബൗണ്ടഡ് സബ് സീക്വൻസ്. സോ ഈ ഒരു സബ് സീക്വൻസ് ഓൾസോ ബൗണ്ടഡ് ആണ്. ദെൻ ബൗണ്ടഡ് ആയിട്ടുള്ള സബ് സീക്വൻസിന് നമുക്ക് എന്താ പറയാ, ദെൻ ഓൾസോ ബൈ മോണോട്ടോൺ കൺവേർജൻസ് തിയറം. മോണോട്ടോൺ കൺവേർജൻസ് തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാം, ദാറ്റ് സീക്വൻസ് ഈസ് കൺവേർജന്റ് അല്ലെ. അതായത് ഒരു ബൗണ്ടഡ് സീക്വൻസിന് മോണോട്ടോൺ സബ് സീക്വൻസ് തിയറം പ്രകാരം നമുക്കൊരു മോണോട്ടോൺ ആയിട്ടുള്ള സബ് സീക്വൻസ് ഉണ്ട് എന്ന് പറയാം. ദെൻ അത് ബൗണ്ടഡ് സീക്വൻസ് ആയത് കാരണം സബ് സീക്വൻസ് ഈസ് ഓൾസോ ബൗണ്ടഡ് ആയിരിക്കും. Then we can say that by monotone convergence theorem, what is this subsequence is convergent. Okay, this is the first proof of Bolzano-Weierstrass theorem. Then ഇതേപോലെ തന്നെ ഇതിനൊരു സെക്കൻഡ് പ്രൂഫ് പറയുന്നുണ്ട്. സെക്കൻഡ് പ്രൂഫ് എങ്ങനെയാണ് നമ്മൾ പറയാം, അതായത് ഇത് നമ്മൾ നെസ്റ്റഡ് ഇന്റർവെൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ ഇത് പറയാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യം ഇത് എടുക്കുകയാണ്, ദ സെറ്റ് ഓഫ് വാല്യൂസ് എക്സ് എൻ ബിലോങ്സ് ടു എക്സ് എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു എൻ എന്ന് പറയുന്ന ഈ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ബൗണ്ടഡ് ആണ് എന്ന് നമ്മൾ എടുക്കുകയാണ്. ദെൻ ദിസ് സെറ്റ് കണ്ടെയ്ൻഡ് ഇൻ അൻ ഇന്റർവെൽ, നമ്മളൊരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ I1 അല്ലെ ഈസ് ഈക്വൽ ടു AB എന്ന് പറയുന്ന ഇന്റർവെൽ എടുക്കുകയാണ്. സോ അതായത് ആദ്യം ഒരു സെറ്റ് എടുത്തു, ദ സെറ്റ് ഓഫ് വാല്യൂസ് എക്സ് എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു എൻ ബൗണ്ടഡ് ആണ്. ദെൻ I1 ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവെൽ AB ഈസ് എ ബൗണ്ടഡ് സീക്വൻസ്, ക്ലോസ്ഡ് ബൗണ്ടഡ് സീക്വൻസ് അല്ലെ. ദെൻ നമ്മൾ എന്താ ഇൻഡക്ഷൻ പോലെ N1 ഈസ് ഈക്വൽ ടു 1 എന്ന് നമ്മൾ എടുക്കാം. സോ നമ്മൾ N1 1 എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ I1 എന്ന് പറയുന്ന ഒരു ഇന്റർവെൽ നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. സോ ഇതിനെ നമ്മൾ രണ്ട് സബ് ഇന്റർവെൽ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. ഇവിടെ മുതൽ ഇവിടെ വരെ ഒരു സബ് ഇന്റർവെലും ഒരു സബ് ഇന്റർവെൽ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാണ്. സോ നമുക്ക് രണ്ട് ഇന്റർവെൽസ് കിട്ടും അല്ലെ. ബൈസെക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെയാ ഇന്റർവെൽസ്, I1 ഡാഷ് ആൻഡ് I1 ഡബിൾ ഡാഷ് എന്ന് നമ്മൾ എടുക്കുകയാണ്. സോ ദ സെറ്റ് ഓഫ് ഇൻഡീസേഴ്സ് n ബിലോങ്സ് ടു n സച്ച് ദാറ്റ് n ഗ്രേറ്റർ ദാൻ 1നെ നമ്മൾ രണ്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലെ. നമ്മുടെ I1ൽ സെറ്റ് ഓഫ് ഇൻഡീസേഴ്സ് ഇതായിരിക്കും ഉണ്ടാവുക. സോ അതിനെ നമ്മൾ രണ്ടെണ്ണാക്കിയിട്ട് I1 ഡാഷിനും I2 ഡാഷിനും വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്യുക. സോ A1 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, n ബിലോങ്സ് ടു n such that n greater than or equal to n1, xn belongs to I1 dash. അതായത് ഇവിടെ നമ്മൾ എടുക്കുന്ന ഇൻഡീസേഴ്സ് എന്ന് പറയുന്നത് എന്നുകളുടെ കളക്ഷൻ ആണ്. ആ ഓരോ എന്നുകളും ഗ്രേറ്റർ ദാൻ n1 ആണ്. ആൻഡ് എക്സനുകൾ എവിടെയുള്ള ആൾക്കാരാണ്, I1 ഡാഷ് എന്ന് പറയുന്ന ഇന്റർവെല്ലിലെ ആൾക്കാരാണ്. ആൻഡ് അതേപോലെ A1 ഡിഫൈൻ ചെയ്ത പോലെ B1 നമുക്ക് കിട്ടും, n ബിലോങ്സ് ടു n സച്ച് ദാറ്റ് n ഗ്രേറ്റർ ദാൻ n1. ആൻഡ് എക്സിൻ എവിടെയുള്ള ആൾക്കാരായിരിക്കും, I2 ഡാഷിലുള്ള ആൾക്കാരായിരിക്കും, I1 ഡബിൾ ഡാഷിലുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, സോ നമ്മൾ എടുക്കുകയാണ് ഇത് A1 അല്ലെ, ഇത് I1 ഡാഷും ഇത് I1 ഡബിൾ ഡാഷും. സോ ഇതിൽ നമ്മൾ A1 എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആക്കിയിട്ട് എടുക്കാം. Then we can take I2 is equal to I1 dash. A1 ഇൻഫൈനൈറ്റ് ആയി കഴിഞ്ഞാൽ ഈ I1 ഡാഷിനെ നമുക്ക് I2 എന്ന് പറയാം. ദെൻ ഇതിനെ വീണ്ടും നമ്മൾ രണ്ടാക്കിയിട്ട് ബൈസെക്ട് ചെയ്യാൻ പോവാണ്. അതിൽ ഓരോന്നിനെയും നമ്മൾക്ക് I2 ഡാഷ് അതേപോലെ തന്നെ I2 ഡബിൾ ഡാഷ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെൻ N2 എന്ന് പറയുന്നത് അതിലെ സ്മോളസ്റ്റ് ഇൻറ്റീജർ ആക്കിയിട്ട് നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിലെ A1ൽ നമ്മൾ പറയുമ്പോൾ അതിലെ N2 ബി ദ സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ ഇൻ A1 ആണ് എന്ന് നമുക്ക് പറയാം. A1 ഇൻഫൈനൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെ, N2 is the smallest natural number in A1. അതേപോലെ ഇനി നമ്മൾ B1 ഇൻഫൈനൈറ്റ് എടുക്കുകയാണ്. ഓക്കെ, A1 ഇൻഫൈനൈറ്റ് ആണെന്ന് എടുത്തു, ദെൻ I2നെ equal to I1 dash എന്ന് പറഞ്ഞു. Then N2 is the smallest in A ആണെങ്കിൽ we can say that, which implies B1 is infinite. ഓക്കെ, അത് നമ്മൾ എപ്പോഴാ പറയാ, അതായത് സ്മോളസ്റ്റ് ഇൻ A1 എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയാണ് A1 ഫൈനൈറ്റ് ആയിട്ടുള്ള കേസ്. ഇഫ് A1 ഈസ് ഫൈനൈറ്റ്, A1 ഫൈനൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഫൈനൈറ്റ് ആയിട്ടുള്ള കേസാണ് കേട്ടോ. A1 ഫൈനൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ A1 നമ്മൾ ആദ്യം ഇൻഫൈനൈറ്റ് ആക്കി എടുത്തു, അപ്പോൾ നമ്മൾ I2 എന്ന് പറയുന്ന ഇന്റർവെല്ലിയാണ് I1 ഡാഷ് ആക്കിയിട്ട് എടുത്തത്. അതിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. ആൻഡ് A1 ഫൈനൈറ്റ് ആണെങ്കിൽ പിന്നെ അവിടെയുള്ള പോസിബിലിറ്റി ഏതാ, B1 ഈസ് ഇൻഫൈനൈറ്റ്.
സോ B1 ഇൻഫൈനൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് പറയാം I2 is equal to I1 ഡബിൾ ഡാഷ് അല്ലെ. ഇതിനെയാണ് നമ്മൾ ബി എന്ന് പറയുന്ന ഇൻഡീസേഴ്സ് വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ N2 ഈസ് ദ സ്മോളസ്റ്റ് ഇൻഡീജർ ഇൻ ബി ആയിരിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് I2നെ രണ്ട് ഈക്വൽ സബ് ഇൻ്റർവെല്ലായിട്ട് നമ്മൾ ബൈസെക്ട് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് I2 ഡാഷ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ I2 ഡാഷും അതേപോലെ തന്നെ I2 ഡബിൾ ഡാഷും. ഓക്കെ, സോ ഇതിലും ഇതേപോലെ തന്നെ N3 ബി ദ A1 A2 ഇൻഫൈനൈറ്റ് ആയി കഴിഞ്ഞാൽ ദെൻ നമുക്ക് എന്ത് പറയാം, A2 ഇൻഫൈനൈറ്റ് ആയി കഴിഞ്ഞാൽ I3 ഈസ് ഈക്വൽ ടു I1 ഡാഷ് എന്ന് പറയാം അല്ലെ. A2 ഇൻഫൈനൈറ്റ് ആയി കഴിഞ്ഞാൽ എന്താ, അവിടെ I3 എന്ന് പറയുന്ന ആ ഒരു ഇന്റർവെല്ലിനെ നമ്മൾ I2 ഡാഷിനെ I3 ആക്കിയിട്ട് എടുക്കും. ആൻഡ് N3 ബി ദ സ്മോളസ്റ്റ് ഇൻറ്റീജർ ഇൻ A1. ആൻഡ് അതേപോലെ തന്നെ A2 ഫൈനൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക, B2 ഈസ് ഇൻഫൈനൈറ്റ്. അങ്ങനെയാണെങ്കിൽ I3നെ നമുക്ക് I2 ഡബിൾ ഡാഷ് എന്ന് പറയാം. ദെൻ N3 ഈസ് ദ സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ ഇൻ B1 ആൻഡ് സോറി ദിസ് ഇസ് A2 ആൻഡ് ദിസ് ഇസ് B2. ഓക്കെ, സോ A2നെ നമുക്ക് ഡിഫൈൻ ചെയ്യാം ഇതേ പറഞ്ഞ പോലെ n ബിലോങ്സ് ടു n, n ഗ്രേറ്റർ ദാൻ ഏതാ പറയാ N2, xn ബിലോങ്സ് ടു I2 ഡാഷ്. അതേപോലെ B1 n ബിലോങ്സ് ടു n സച്ച് ദാറ്റ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു N2 ആൻഡ് xn ബിലോങ്സ് ടു I2 ഡാഷ് ആയിട്ട് A2നെയും B2നെയും നമുക്ക് ഡിഫൈൻ ചെയ്യും. ഇതേപോലെ ഈ മാനറിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ദ ഫോം I1 കണ്ടെയ്ൻസ് I2 സബ് കണ്ടെയ്ൻസ് എക്സെട്ര IK അല്ലെ. ഈ ഒരു ഫോമിലേക്ക് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് എ സബ്സീക്വൻസ് ഓഫ് XNK ഓഫ് X സച്ച് ദാറ്റ് XNK ബിലോങ്സ് ടു IK. ഏതൊരു IK എടുത്തു കഴിഞ്ഞാലും അതിനൊരു കോമൺ എലമെന്റ്സ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഏത് IK എടുത്തു കഴിഞ്ഞാലും അതിനൊരു കോമൺ എലമെന്റ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് എ സബ്സീക്വൻസ് XNK എന്ന് നമുക്ക് പറയാം. സോ for each XNK belongs to IK, for all K belongs to N എന്ന് പറയാം. സോ ഈ IKയുടെ ലെങ്ത്, ഇന്റർവൽ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ B-A/2 പവർ K-1 ആണെന്ന് പറയുന്നുണ്ട്. സോ അത്രയും ചെറുതാണ്. സോ കെയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് പറയാം, ദ ലെങ്ത് ചെറുതായി വരും അല്ലെ. ദാറ്റ് ഈസ് ദർ ഇസ് എ യുണീക്ക് കോമൺ പോയിന്റ് Z ബിലോങ്സ് ടു IK എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ആൻഡ് യുണീക്ക്. അപ്പം ഈ നമ്മുടെ കെയുടെ വാല്യൂ കുറഞ്ഞപ്പം നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇന്റർവൽ ലെങ്ത് പറഞ്ഞാൽ B-A/2 പവർ K-1. സോ കെയുടെ വാല്യൂ ചെറുതായി വരുന്നതിനനുസരിച്ച് കൂടി വരുന്നതിനനുസരിച്ച് ഫോർ ഓൾ കെ ഗ്രേറ്റർ ദാൻ ഇങ്ങനെ കൂടി വരുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് പറയാം, ഇതിന്റെ വാല്യൂ കുറയും അല്ലെ. അതായത് ഇന്റർവൽ ലെങ്ത് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ എക്സിസ്റ്റ് എ യുണീക്ക് Z ബിലോങ്സ് ടു ഈച്ച് IK. ഈച്ച് IKയിൽ ഒരു യുണീക്ക് ഇതുണ്ടാവും ഫോർ ഓൾ K ബിലോങ്സ് ടു N. സോ നമ്മുടെ Zയും XNും എന്തായിരിക്കും, ബിലോങ്സ് ടു IK അല്ലെ. ഏത് XN ആൻഡ് Z ബോത്ത് ബിലോങ്സ് ടു IK ആണ്. ദെൻ വി ക്യാൻ സേ ദാറ്റ് XN മൈനസ് Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു B-A/2 പവർ K-1 എന്ന് പറയാം. സിൻസ് ഇത് എന്ന് പറയുന്നത് അത്രയും സ്മോൾ ആണ്, ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഫോളോസ് ദാറ്റ് ദ സബ്സീക്വൻസ് XNK ഓഫ് X കൺവേർജസ് ടു ദിസ് എലമെന്റ് Z എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം പറയുന്നത്. അതായത് ഒരു സീക്വൻസ്, ബൗണ്ടഡ് സീക്വൻസിന് ഒരു കൺവേർജ് ചെയ്യുന്ന ഒരു സബ്സീക്വൻസ് ഉണ്ടായിരിക്കും എന്നുള്ളത്. Okay, then the next theorem, x equal to xn be a bounded sequence of real numbers and x belongs to R have a property that every convergent sequence, subsequence of x converges to x, then the sequence x converges to x. അല്ലേ, അതായത് ഒരു ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് നമ്മുടെ സീക്വൻസ് എന്ന് നമ്മൾ എടുക്കുകയാണ്. സോ ഈ ഒരു സീക്വൻസിന്റെ ഏത് കൺവേർജൻ സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ലിമിറ്റ് എക്സ് ആണ് എന്നുണ്ടെങ്കിൽ ആ സീക്വൻസിന്റെയും ലിമിറ്റ് എക്സ് ആയിരിക്കും എന്നാണ് കാണിക്കേണ്ടത്. സോ നമ്മൾ എന്താണ്, ബൗണ്ടഡ് ആണ് സീക്വൻസ് എന്ന് പറയുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് സപ്പോസ് ഫോർ m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഈസ് എ ബൗണ്ട് അല്ലെ, ഈസ് എ ബൗണ്ട് ഫോർ അവർ സീക്വൻസ് xn എന്ന് നമ്മൾ എടുക്കുകയാണ്. ആൻഡ് വി ക്യാൻ സേ ദാറ്റ് modulus of xn less than or equal to m for all n belongs to n എന്ന് പറയാം. സോ ഇഫ് x does not converges to xലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക, കൺവേർജ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, then there exists an epsilon naught, നമ്മൾ ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ട്, epsilon naught greater than 0 such that
and a subsequence, like subsequence x dash is equal to xn k of x such that modulus of xn k minus x greater than or equal to epsilon naught for all k belongs to n എന്ന് നമുക്ക് പറയാം അല്ലേ. അതായത് കൺവേർജ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ സബ്സീക്വൻസിന് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, നമ്മളൊരു ഇക്വലൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സിൻസ് എക്സ് ഡാഷ് എന്ന് പറയുന്നത് സബ്സീക്വൻസ് ഓഫ് എക്സ് ആണ്, ദെൻ ദ നമ്പർ എം ഈസ് ഓൾസോ എ ബൗണ്ടഡ് ഫോർ എക്സ് ഡാഷ്. എക്സ് എം എന്ന് പറഞ്ഞാൽ എക്സിന്റെ ബൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എം ഈസ് ഓൾസോ എ ബൗണ്ട് ഫോർ എക്സ് ഡാഷ് നമ്മുടെ സബ്സീക്വൻസിൻ്റെയും ബൗണ്ട് ആയിരിക്കും. സോ നമുക്ക് പറയുന്നത് ബോൾസാനോ വെയ്സ്ട്രസ് തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാം, ദെൻ എക്സ് ഈ സീക്വൻസ് ബൗണ്ടഡ് ആയത് കാരണം അതിനൊരു കൺവേർജ് ചെയ്യുന്ന സബ്സീക്വൻസ് ഉണ്ട് എന്ന് നമ്മൾ എടുക്കുക. സോ നമ്മൾ ഈ എക്സ് ഡാഷിനെയാണ് ഇവിടെ ബൗണ്ടഡ് സീക്വൻസ് ആക്കിയിട്ട് എടുക്കുന്നത്. അതായത് എക്സിൻ്റെ സബ്സീക്വൻസ് ആയിട്ടുള്ള എക്സ് ഡാഷിന് ബൗണ്ടഡ് ആണ്. സോ എക്സ് ഡാഷ് ബൗണ്ടഡ് ആയത് കാരണം ബോൾസാനോ വെയ്സ്ട്രസ് തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാം, then x dash has a subsequence x double dash which is convergent എന്ന് നമുക്ക് പറയാം അല്ലേ. സിൻസ് x double dash is also a subsequence of x and x double dash എന്ന് പറയുന്നത് subsequence of എന്താണ്, is a subsequence of x ആണ്, ആൻഡ് ഈ x double dash കൺവേർജ് ചെയ്യുന്നുണ്ട് ആൻഡ് കൺവേർജസ് ടു എ ലിമിറ്റ് എക്സ്. സോ ഈ ഒരു സീക്വൻസിന്റെ ഒരു സബ്സീക്വൻസ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, എക്സ് ഈസ് ഓൾസോ കൺവേർജസ് ടു ദാറ്റ് എക്സ് എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് നമുക്ക് എന്താ പറയാ, ദിസ് ടേം അൾട്ടിമേറ്റ്ലി ബിലോങ്ങിങ് ടു ദ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എക്സ് എന്ന് നമുക്ക് പറയാം. സോ ഇറ്റ്സ് എ കോൺട്രഡിക്ഷൻ അല്ലേ. സോ അതിൽ നിന്നാണ് നമ്മളിത് ഡെഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അവർ സീക്വൻസ് എക്സ് ഈക്വൽ ടു എക്സ് ആൻഡ് ഓൾസോ കൺവേർജസ് ടു ദാറ്റ് പോയിന്റ് എക്സ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ subsequence of a bounded sequence of real numbers converges to x, then the sequence is also converges to the point x. Okay. ദെൻ നമ്മൾ പറയുന്നത് ലിമിറ്റ് സുപ്പീരിയർ അതേപോലെ തന്നെ ലിമിറ്റ് ഇൻഫീരിയർ എന്താണ് എന്നുള്ളതാണ്. സോ ഒരു സീക്വൻസ് എക്സ് ഈക്വൽ ടു എക്സ് എൻ എന്ന് പറയുന്നത് ബി എ ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് എന്ന് നമ്മൾ എടുക്കുകയാണ്. സോ ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ലിമിറ്റ് സുപ്പീരിയർ അല്ലെങ്കിൽ ലിമിറ്റ് ഇൻഫീരിയർ. സോ ലിമിറ്റ് സുപ്പീരിയർ ഓഫ് എക്സ് എൻ ഈസ് ദ ഇൻഫിമം ഓഫ് ദ സെറ്റ് വി of v belongs to R such that v less than xn. For at most a finite number of n belongs to n and is denoted by limit supremum xn or limit supremum x, or this is the limit superior. ഓക്കെ, അതായത് ലിമിറ്റ് സുപ്പീരിയർ ഓഫ് എക്സ് എൻ എന്ന് പറയുന്ന ആ ഒരു സീക്വൻസിൻ്റെ ലിമിറ്റ് സുപ്പീരിയർ എന്ന ഇറ്റ് ഈസ് ദ ഇൻഫിമം ഓഫ് ദ സെറ്റ് വി. ആ റിയൽ നമ്പേഴ്സിൻ്റെ ഒരു സെറ്റ് വിയുടെ ഇൻഫിമം ആയിരിക്കും. ദാറ്റ് സാറ്റിസ്ഫൈസ് ദ പ്രോപ്പർട്ടി ദാറ്റ് ഈച്ച് മെമ്പർ വി ലെസ് ദാൻ എക്സ് എൻ ആയിരിക്കും ഫോർ അറ്റ്മോസ്റ്റ് ഫൈനൈറ്റ് നമ്പർ ഓഫ് എൻ. ഓക്കെ, സോ അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് കാണിച്ചിട്ടുള്ളത്. അതേപോലെ ലിമിറ്റ് ഇൻഫീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, ഇറ്റ് ഈസ് ദ സുപ്രീമം ഓഫ് ദ സെറ്റ് W belongs to R. ആറിൻ്റെ W എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സിൻ്റെ എലമെൻറ്റ്സ് യൂസ് ചെയ്തുണ്ടാക്കുന്ന സെറ്റിൻ്റെ സുപ്രീമം ആയിരിക്കും. ആൻഡ് ദാറ്റ് സാറ്റിസ്ഫൈസ് ദ പ്രോപ്പർട്ടി ഈച്ച് എക്സ് എം ലെസ് ദാൻ W ആയിരിക്കും ഫോർ അറ്റ്മോസ്റ്റ് ഫൈനൈറ്റ് നമ്പർ M belongs to N. സോ വി ക്യാൻ ഡിനോട്ട് ഇറ്റ് ആസ് ദിസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് തിയറം പറയുകയാണ് അതിൻ്റെ ഈ കണ്ടീഷൻസ്. സോ ഒരു ഇക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്, നമുക്കത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. സോ നമുക്ക് എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് എന്നുള്ളതൊന്ന് ഫൈൻഡ് ചെയ്യും. അതായത് എക്സ് എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ദെൻ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ എ റിയൽ നമ്പേഴ്സ് എക്സ് ഡാഷ് ആർ ഈക്വലൻ്റ് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് എക്സ് ഡാഷ് എന്ന് പറയുന്നത് ലിമിറ്റ് സുപ്രീമം എക്സ് എൻ ആണ്. സോ അതായത് എക്സ് ലിമിറ്റ് സുപ്പീരിയർ എക്സ് എന്നിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ് ഡാഷ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, സോ അങ്ങനെ ഇതിൻ്റെ ലിമിറ്റ് സുപ്പീരിയർ എക്സ് ഡാഷ് ആയി കഴിഞ്ഞാൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഈ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സ് ഈസ് അറ്റ് മോസ്റ്റ് ഫൈനൈറ്റ് നമ്പർ n belongs to n such that x star plus
epsilon less than xn. But an infinite number of x belongs to n, x star minus epsilon less than n xn ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഒരു നെയ്ബർഹുഡിന്റെ കേസാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ അതേപോലെ തന്നെ യു എം സുപ്രീമം ഓഫ് ദ സെറ്റ് എക്സ് എൻ സച്ച് ദാറ്റ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എമ്മും എക്സ് സ്റ്റാർ എന്ന് പറയുന്നത് ഇൻഫിമവുമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്? ഇൻഫിമം ലിമിറ്റ് യു എമ്മിന്, അതായത് നമ്മുടെ സുപ്രീമം എക്സ് എന്നിന്റെ സുപ്രീമത്തിന്റെ ആ ഒരു സെറ്റിന്റെ ലിമിറ്റിന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. Then this also have an equivalent condition. If S is a set of subsequential limit of xn, then x star എന്ന് പറയുന്നത് സുപ്രീമം എസ് ആണ് എന്ന് പറയാം. ഓക്കെ, അതേപോലെ ഒരു ബൗണ്ടഡ് സീക്വൻസ് എക്സിന് കൺവേർജ് ആണെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആൻഡ് ലിമിറ്റ് സുപ്പീരിയറും ലിമിറ്റ് ഇൻഫീരിയറും ഈക്വൽ ആയിരിക്കും. ഏതിനൊക്കെ പറയാം? എല്ലാം ബൗണ്ടഡ് സീക്വൻസിനാണ് പറയാം. ബൗണ്ടഡ് സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ, ഇഫ് എ ബൗണ്ടഡ് സീക്വൻസ് ബൗണ്ടഡ് ആണ് എന്നുണ്ടെങ്കിൽ ബൗണ്ടഡ് സീക്വൻസ് കൺവേർജൻ്റ് ആണെന്ന് ആദ്യം പറയണം. ബൗണ്ടഡ് സീക്വൻസ് ആവണം ആൻഡ് ഇറ്റ് ഈസ് കൺവേർജൻ്റ്. ദെൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലിമിറ്റ് സുപ്പീരിയറും is equal to limit inferior ആവുന്നു. ഓക്കെ, ദിസ് ഇസ് എ കണ്ടീഷൻ. ദെൻ നെക്സ്റ്റ് നമ്മുടെ ഒരു മെയിൻ ഏരിയ ആണ് നമ്മുടെ കോഷി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. എന്താണ് ഒരു കോഷി ക്രൈറ്റീരിയ എന്നുള്ളത് നേരത്തെ നമുക്ക് പോവാം. എ സീക്വൻസ് എക്സ് ഈക്വൽ ടു എക്സ് എൻ ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് സെറ്റ് ടു ബി എ കോഷി സീക്വൻസ് ഇഫ് ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ എച്ച് ഓഫ് എപ്സിലോൺ സച്ച് ദാറ്റ് നമുക്ക് എന്ത് പറയാം? For all xn minus x less than epsilon, for all nm greater than or equal to h of epsilon എന്ന് നമുക്ക് പറയാം. സോ അതായത് നമ്മൾ ഏതൊരു xn മൈനസ് xn എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് നമ്മൾ എടുത്തിട്ട് കോഷി സീക്വൻസിനെ ഡിഫൈൻ ചെയ്യാണ് ഫോർ nm ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h ഓഫ് എപ്സിലോണിൽ. സോ xn മൈനസ് xm തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ഫംഗ്ഷൻ ലെസ് ദാൻ എപ്സിലോൺ ആണെന്നാണ് നമ്മൾ പറയാം. ഓക്കെ, and a sequence xn കോഷി ആണെന്നുണ്ടെങ്കിൽ if xn and xm very close to each other when m and n are large, m ഉം n ഉം എത്രത്തോളം ലാർജിലേക്ക് പോകുന്നു then കോഷി ആവാൻ xn ഉം xm ഉം very close to each other ആണെങ്കിൽ we can say that the sequence is also കോഷി എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ നമുക്ക് കാണിക്കാം കോഷി സീക്വൻസിന്റെ. So the sequence 1 by n x equal to 1 by n എന്ന് പറയുന്ന ഒരു സീക്വൻസ് കോഷി സീക്വൻസ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. ഈസ് എ കോഷി സീക്വൻസ്. ഇത് എങ്ങനെ കാണിക്കാമെന്ന് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഇവിടെ പറയുന്നത് ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 is given and we have to choose h is equal to h of epsilon such that h greater than 2 by epsilon എന്ന് നമ്മൾ എടുക്കുകയാണ്. Then if m and n greater than or equal to h, then 1 by n less than or equal to 1 by h less than epsilon by 2 ആണെന്ന് നമുക്ക് പറയാം അല്ലേ. എം എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ആക്കിയിട്ട് എടുക്കുകയാണ്. 1 by n എന്ന് പറയുന്ന നമ്മുടെ സീക്വൻസിലെ ടേമുകൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by h ആണെന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് പറയും. ദാറ്റ് ഈസ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ജസ്റ്റ് റെസിപ്രോക്കൽ ആക്കിയിട്ട് നമുക്കത് പറയാൻ പറ്റും. ആൻഡ് സിമിലർലി 1 by m എന്ന് പറയുന്നത് which is less than epsilon by 2 എന്നെടുക്കുകയാണ്. And therefore it follows that if m n greater than or equal to h, then we can say that 1 by n minus 1 by m less than or equal to 1 by n plus 1 by m അല്ലേ. അബ്സല്യൂട്ട് വാല്യൂ ആക്കിയിട്ട് എടുത്തതാണ്. which is ഈ ഒരു മോഡൽ അബ്സല്യൂട്ട് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by n plus 1 by n ആയിരിക്കും. സോ 1 by n എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 1 by n ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് കിട്ടിയിട്ടുണ്ട്. ദിസ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 ഈസ് ഈക്വൽ ടു എപ്സിലോൺ. സോ വി ഗെറ്റ് modulus of 1 by n minus 1 by m is less than epsilon. That is modulus of xn minus xm less than epsilon. Then the sequence x equal to 1 by n is a Cauchy sequence. അതേപോലെ വേറൊരു എക്സാമ്പിൾ പറയാണ് 1 പ്ലസ് മൈനസ് 1 പവർ n എന്ന് പറയുന്ന ഈ ഒരു സീക്വൻസ് കോഷി സീക്വൻസ് അല്ല. ഈസ് നോട്ട് എ കോഷി സീക്വൻസ്. Okay,
സോ ഇത് കോഷി സീക്വൻസ് അല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പറയണം. സോ ദ ഡെഫിനിഷൻ ഓഫ് കോഷി സീക്വൻസ് പ്രകാരം ദർ എക്സിസ്റ്റ് ഇൻ എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഫോർ എവറി എച്ച് ദർ എക്സിസ്റ്റ് ഇൻ ഗ്രേറ്റർ ദാൻ എച്ച് ആൻഡ് എം greater than h such that modulus of xn minus xm greater than or equal to epsilon naught എന്ന് നമുക്ക് കാണിക്കണം. സോ ഈ ഒരു ടേമിന്റെ ഈ സീക്വൻസിന്റെ ടേമുകൾ എക്സ് എൻ എന്ന് നമ്മൾ എടുക്കുകയാണ്. എക്സ് എൻ ഈസ് ഈക്വൽ ടു 1 പ്ലസ് മൈനസ് 1 പവർ എൻ ആയിരിക്കും അല്ലെ. സോ എൻ എന്ന് പറയുന്നത് ഈവൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ എന്താ ഉണ്ടാവുക? എക്സ് എൻ ഈസ് ഈക്വൽ എൻ ഈവൻ ആയി കഴിയുന്നതോറും വിച്ച് ഈസ് പവർ എന്തായാലും ഈ -1 എന്നുള്ളത് 1 ആയിട്ട് മാറും. സോ 1 + 1 ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും അല്ലെ. ആൻഡ് എക്സ് എൻ എന്ന് പറയുന്നത് ഇത് ഏത് കേസിലാണ്? ഈവൺ ആവുന്ന കേസിലാണ്. ആൻഡ് ഓഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? എക്സ് എൻ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. So if we take epsilon naught is equal to 2, then for any h we can choose an even number n greater than h even ആണ്. Then m is equal to n plus 1 to get modulus of xn minus xn plus 1 is equal to 2 equal to epsilon naught. So we can conclude that xn is not a Cauchy sequence and this violates the condition of convergence of the Cauchy sequence. So next theorem on Cauchy sequence ആണ് പറയുന്നത്. A Cauchy sequence of real numbers bounded ആയിരിക്കും എന്നുള്ളത്. നേരത്തെ നമ്മൾ ഒരുപാട് കൺവേർജൻസ് ക്രൈറ്റീരിയ ഒക്കെ പറഞ്ഞ സമയത്ത് ബൗണ്ടഡ് സീക്വൻസ് കൺവേർജ് ചെയ്യും, ബൗണ്ടഡ് സീക്വൻസ് കൺവേർജിങ് ആണ് എന്നുണ്ടെങ്കിൽ അതിനൊരു എന്തൊക്കെയാ നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ബൗണ്ടഡ് സീക്വൻസ് കൺവേർജിങ് ആണ് എന്നുണ്ടെങ്കിൽ ഇതാ നേരത്തെ തൊട്ട് പറഞ്ഞിട്ടുള്ള മുമ്പ് അല്ലെ, കൺവേർജന്റ് ആണെങ്കിൽ ലിമിറ്റ് സുപ്പീരിയറും ലിമിറ്റ് ഇൻഫീരിയറും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അതേപോലെ ബോൾസാനോ വെയ്സ്ട്രാസ് തിയറം പ്രകാരം പറഞ്ഞു ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു സീക്വൻസിന് കൺവേർജിങ് സബ് സീക്വൻസ് ആണ്. അതേപോലെ കോഷി സീക്വൻസിലേക്ക് വരുന്ന സമയത്ത് ഒരു കോഷി സീക്വൻസ് ഓഫ് റിയൽ നമ്പർ ഒരു സീക്വൻസ് കോഷി ആണെങ്കിൽ ദെൻ ഇറ്റ് ഈസ് ബൗണ്ടഡ് എന്നാണ്. സോ അങ്ങനത്തെ കുറച്ച് ക്രൈറ്റീരിയകൾ ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുക. ബൗണ്ടഡ് ആണെങ്കിൽ കൺവേർജന്റ് ആയിരിക്കും, ദെൻ അതേപോലെ കോഷി ആണെങ്കിൽ ബൗണ്ടഡ് ആയിരിക്കും, ദെൻ ബൗണ്ടഡ് ആണെങ്കിൽ കൺവേർജന്റ് ആയിരിക്കും. സോ ഇതിൽ നിന്ന് നമുക്ക് വേറൊരു തിയറം കൂടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. ഏതാ? കോഷി സീക്വൻസ് എന്തായിരിക്കും? കൺവേർജന്റ് ആയിട്ട്. സോ എവറി കോഷി സീക്വൻസ് ഈസ് എ കൺവേർജന്റ് സീക്വൻസ് ആൻഡ് ദിസ് ഈസ് എൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ. അതും കൂടെ നമുക്ക് പറയാം. ഓക്കെ, അത് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നമ്മളത് പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ ദാറ്റ് ഈസ് ദ കോഷി കൺവേർജൻസ് ക്രൈറ്റീരിയ ആയിട്ട്. സോ ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റെപ്പാണ് പറയുന്നത്. എങ്ങനെ പോകും നോക്കാം. സോ എക്സ് ഈക്വൽ ടു എക്സ് എൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സീക്വൻസ് കോഷിയാണ് എന്ന് നമ്മൾ എടുക്കുകയാണ്. ഈസ് എ കോഷി സീക്വൻസ്. സോ വി ഹാവ് ടു ഷോ ദാറ്റ് എക്സ് ഈസ് കൺവേർജസ് ടു സം റിയൽ നമ്പർ. സോ നമുക്ക് എന്ത് പറയാം? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഏതാണ്? കോഷി സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് അല്ലെ. കോഷി ഇത് കോഷിയാണ് എന്ന് നമ്മൾ എടുത്തു. സോ ഇത് ബൗണ്ടഡ് ആണെന്ന് പറയണം. ദെൻ വി ലെറ്റ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു 1 ആൻഡ് ഇഫ് h ഈസ് ഈക്വൽ ടു h ഓഫ് 1, h ഓഫ് എപ്സിലോണിന് പകരം h ഓഫ് 1 ആക്കിയിട്ട് ചൂസ് ചെയ്താണ് ആൻഡ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h, then we get that modulus of xn minus xh less than 1. Less than epsilon means less than 1 എന്ന് കിട്ടും. Then by നമ്മൾ ഇതിനൊരു ട്രയാങ്കിൾ ഇനീക്വാളിറ്റി കൊടുക്കുകയാണ് which is modulus of xn less than or equal to ഈ ഇതിനെന്താ കിട്ടുക? modulus of xn മൈനസ് മോഡുലസ് ഓഫ് എക്സ് എച്ച് ലെസ് ദാൻ 1 കിട്ടും. ദെൻ എക്സ് എച്ചിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ വി ഗെറ്റ് മോഡുലസ് ഓഫ് എക്സ് എച്ച് പ്ലസ് 1 എന്ന് നമുക്ക് പറയാം അല്ലെ. ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച്. സോ വി സെറ്റ് m is equal to supremum of the set of modulus of x1, modulus of x2, etc. modulus of xh minus 1, modulus of xh plus 1, etc. എന്ന് പറയാം. Then it follows that modulus of xn എന്ന് പറയുന്നത് less than or equal to m ആയിരിക്കും. സോ മോഡുലസ് ഓഫ് എക്സ് എൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് പറയുന്നത് എച്ച് മോഡുലസ് ഓഫ് എച്ച് പ്ലസ് 1 വരെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സോ നമ്മൾക്ക് മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ആണ് എന്നുള്ള കണ്ടീഷനും നമ്മൾ പറയുന്നുണ്ട്. സോ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം, ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് പറയും. സോ ഇത് പറയുന്നത് എന്താ? ബൗണ്ടഡ്നെസ്സിന്റെ ഒരു കണ്ടീഷനാണിത്. സോ വി ക്യാൻ സേ ദാറ്റ് ഈസ് എ ബൗണ്ടഡ് സീക്വൻസ്. So it implies when a sequence is Cauchy, then it is bounded.
ദെൻ നമ്മൾ പറഞ്ഞു സീക്വൻസ് കോഷി ആണെങ്കിൽ ബൗണ്ടഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബൗണ്ടഡ് സീക്വൻസ് ആണെങ്കിൽ കൺവേർജന്റ് ആണ് അല്ലെ. അതിന്റെ ഒരു ഇഫ് ആൻഡ് ഓൺലി സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കോഷി കൺവേർജൻസ് ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞിട്ട്. ദാറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് റിയൽ നമ്പർ കൺവേർജന്റ് ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് കോഷി സീക്വൻസ് ആയിരിക്കും. അതേപോലെ കോഷി ആണെങ്കിൽ ദെൻ ഇറ്റ് ഈസ് കൺവേർജന്റും ആയിരിക്കും എന്നുള്ളത്. സോ തൊട്ട് മുമ്പുള്ള തിയറത്തിൽ നമ്മൾ പറഞ്ഞു ഒരു കൺവേർജന്റ് സബ്സീക്വൻസ് കൺവേർജന്റ് ചെയ്യുന്ന സീക്വൻസ് എന്നുള്ളത് എന്തായിരിക്കും കോഷിയാണ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഇതായി തൊട്ട് മുന്നത്തെ സീക്വൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, കൺവേർജന്റ് ആയതുകൊണ്ട് കോഷിയാണെന്ന് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റും. സോ അതിന്റെ കോൺവേഴ്സ് കണ്ടീഷൻ നമ്മൾ പറയാണ് കോഷി ആണെങ്കിൽ അത് കൺവേർജന്റ് ആണെന്നുള്ളത്. ദാറ്റ് ഈസ് വി ഹാവ് ടു പ്രൂവ് കോഷി ഇംപ്ലൈസ് ദെൻ ഇറ്റ് ഈസ് കൺവേർജന്റ്. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്ത് പറയാം, ഒരു സീക്വൻസ് കോഷി ആണെങ്കിൽ ദെൻ ഇറ്റ് ഈസ് ബൗണ്ടഡ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. കോഷി സീക്വൻസ് എന്താണ്, ബൗണ്ടഡ് ആണ്, തൊട്ട് മുമ്പ് പറഞ്ഞത്. Then therefore by Bolzano-Weierstrass theorem നമുക്ക് എന്ത് പറയാം, there is a subsequence x dash is equal to xnk of x which is converges to a real number x star. x starലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സബ്സീക്വൻസ് ഈ ബൗണ്ടഡ് സീക്വൻസിനുണ്ട് എന്ന് ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം പ്രകാരം പറയാം. കോഷിയാണെ ബൗണ്ടഡ് ആണ്, ബൗണ്ടഡ് സീക്വൻസിലാണ് ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം പറയാം അതിന് കൺവേർജ് ചെയ്യുന്ന ഒരു സബ്സീക്വൻസ് ഉണ്ട്. സോ ഇതാണ് സബ്സീക്വൻസ് എക്സ് സ്റ്റാറിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ എടുക്കാൻ. സോ ഇനി നമുക്ക് കാണിക്കേണ്ടത് എന്താണ്, we have to complete the this proof by showing that x converges to നമ്മുടെ സീക്വൻസ് എക്സും ഈ എക്സ് സ്റ്റാറിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചാൽ മതി. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ സിൻസ് എക്സ് ഈക്വൽ ടു എക്സ് എൻ എന്ന് പറയുന്നത് കോഷി ആയത് കാരണം നമുക്ക് ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number h of epsilon by 2 such that നമുക്ക് എന്ത് പറയാം, എൻ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ ബൈ 2. ദെൻ വി ക്യാൻ സേ ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് പറയും. ദെൻ അതേപോലെ തന്നെ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് എൻ കെ എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്സീക്വൻസ് എക്സ് സ്റ്റാറിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കൺവേർജൻസിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ ബൈ 2 ബിലോങ്ങിങ് ടു ദ സെറ്റ് n1 n2 എക്സെട്ര സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് കെ മൈനസ് എക്സ് സ്റ്റാർ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് പറയാം അല്ലെ. കൺവേർജൻസിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് പറയാം. ദെൻ ദിസ് ഈസ് ദ ഇക്വേഷൻ 1 ആൻഡ് ഇറ്റ് ഈസ് ദ ഇക്വേഷൻ 2. സോ എക്സ് ഈക്വൽ ടു എക്സ് എൻ കോഷി ആയത് കാരണം അതിന്റെ ഒരു കണ്ടീഷൻ ഡെഫിനിഷൻ നമ്മൾ അപ്ലൈ ചെയ്തു. അതേപോലെ തന്നെ എക്സ് ഡാഷ് കൺവേർജ് ചെയ്യുന്ന കാരണം അതിന്റെ ഡെഫിനിഷനും അപ്ലൈ ചെയ്തു. സോ ഈ 1ഉം 2ഉം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, എന്താ പറയാ, നമ്മൾ ഇവിടെ എന്ത് കൺസിഡർ ചെയ്യാണ്, സിൻസ് കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ ബൈ 2 ആൻഡ് ഇറ്റ് ഫോളോസ് ഫ്രം എം ഇസ് ഈക്വൽ ടു കെ എന്ന് നമ്മൾ കൊടുക്കുകയാണ്. ആൻഡ് വി ക്യാൻ സേ എക്സ് എൻ മൈനസ് എക്സ് കെ, ഇവിടെ നമ്മുടെ ഈ 1നെ നമ്മളൊന്ന് മാറ്റിയിട്ട് എഴുതാണ്. 1 ഇവിടെ എക്സ് എൻ മൈനസ് എക്സ് കെ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് കിട്ടും. സോ ഇറ്റ് ഈസ് എക്സ് കെ മൈനസ് ദിസ് ഇസ് ഐ ഗിവ് 3 അല്ലെ. എക്സ് കെ മൈനസ് എക്സ് സ്റ്റാറും എക്സ് എൻ മൈനസ് എക്സ് കെയും രണ്ടും ലെസ് ദാൻ എപ്സിലോൺ ആണ്. സോ ഈ 2ഉം 3ഉം കൺസിഡർ ചെയ്യാണ്. ദാറ്റ് ഈസ് വി ഗെറ്റ് എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാർ എന്നായിരിക്കും കിട്ടുക. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് കെ പ്ലസ് എക്സ് കെ മൈനസ് എക്സ് സ്റ്റാർ അല്ല. ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടുക വിച്ച് ഈസ് ഈക്വൽ ടു which is less than or equal to modulus of xn minus xk plus modulus of xk minus x star. So ഇതിന്റെ വാല്യൂസ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. xk minus x star less than epsilon by 2 ആണ്. ആൻഡ് 3 പറയുന്നത് xn minus xk is also less than epsilon by 2 ആണ്. Then which is less than epsilon by 2 plus epsilon by 2 which is equal to epsilon. So we get modulus of xn minus x star less than epsilon. Since epsilon greater than 0 arbitrary ആണ്, then we can say that limit xn, that is the sequence x is also converges to x star. Limit xn is equal to x star. Therefore the sequence x is convergent. സോ എക്സ് എന്ന് പറയുന്നത് കൺവേർജന്റ് ആണ് എന്ന് നമുക്ക് കിട്ടി. സോ കോഷി ആണെങ്കിൽ കൺവേർജന്റ് ആണ്, അതേപോലെ തന്നെ കൺവേർജന്റ് ആണെങ്കിൽ കോഷിയുമാണ്. ഓക്കെ, സോ നെക്സ്റ്റ് കോൺട്രാക്റ്റീവ് സീക്വൻസസ് അല്ലെങ്കിൽ കൺട്രാക്റ്റീവ് സീക്വൻസസ് എന്ന് നമുക്ക് പറയാം. സോ വി സേ ദാറ്റ് എ സീക്വൻസ് എക്സ് ഈക്വൽ ടു എക്സ് എൻ ഓഫ് റിയൽ നമ്പേഴ്സ് കൺട്രാക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ഇഫ്
there exists a constant c, 0 less than c less than 1, നമുക്ക് ഇങ്ങനെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഓഫ് എക്സ് എൻ പ്ലസ് വൺ മൈനസ് എക്സ് എൻ പ്ലസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് വൺ മൈനസ് എക്സ് എൻ എന്ന് നമുക്ക് എഴുതാൻ പറ്റിയാൽ ഫോർ ദ കോൺസ്റ്റന്റ് സി വേർ സി ഈസ് ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1 വി ക്യാൻ സേ ദാറ്റ് ദി സീക്വൻസ് ഈസ് എ കൺട്രാക്റ്റീവ് സീക്വൻസ്. ഓക്കെ, സോ ഈ സീനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് ഓഫ് കൺട്രാക്റ്റീവ് സീക്വൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് എവറി കൺട്രാക്റ്റീവ് സീക്വൻസ് ഈസ് എ കോഷി സീക്വൻസ് ആൻഡ് therefore convergent. നമുക്കറിയാം കോഷി ആണെങ്കിൽ കൺവേർജന്റ് ആണ്, ഈസ് എൻ ഇഫ് ആൻഡ് ഓൾ ഇഫ് കണ്ടീഷൻ അല്ലേ, ദാറ്റ് ഈസ് എ കോഷി കൺവേർജൻസ് ക്രൈറ്റീരിയ. സോ ആൻഡ് കൺട്രാക്റ്റീവ് ആണെങ്കിൽ കോഷിയാണ്, സോ കോഷിയാണെങ്കിൽ കൺവേർജന്റ് ആണ്, അത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. സോ കൺട്രാക്റ്റീവ് ആണെങ്കിൽ കോഷിയാണ് എന്നുള്ളത് നമുക്ക് പറയണം. സോ നമ്മൾ ഇതിനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറയാ, ഈ കൺട്രാക്റ്റീവ് സീക്വൻസിന്റെ ഡെഫിനിഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ആദ്യം എക്സ് എൻ പ്ലസ് ടു മൈനസ് എക്സ് എൻ പ്ലസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു എക്സ് എൻ പ്ലസ് വൺ മൈനസ് എക്സ് എൻ എന്നാണ് നമുക്ക് എടുക്കാം അല്ലേ, നമ്മുടെ ഇതിന്റെ ഡെഫിനിഷൻ. സോ കൺട്രാക്റ്റീവ് ആണെങ്കിൽ കോഷിയാണെന്ന് പറഞ്ഞത്. സോ കോഷി സീക്വൻസിന്റെ ക്രൈറ്റീരിയയിലേക്ക് ഈ ഒരു ഇക്വേഷനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരണം. സോ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഞാൻ ഇവിടെ സി സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇതെന്താവും, നമ്മുടെ എക്സ് എൻ പ്ലസ് വൺ എന്താവും, എക്സ് എൻ എന്നാവും, ഇതിൽ ഒന്ന് മൈനസ് ആവും, ദെൻ മൈനസ് എക്സ് എൻ എന്ന് ഒന്ന് മൈനസ് ആവും, ദെൻ ഇറ്റ് ഈസ് എക്സ് എൻ മൈനസ് വൺ. മനസ്സിലായോ? ഇത് സി ഉണ്ട്, സി ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് വൺ മൈനസ് എക്സ് എൻ ആണ്. സോ ഈ എക്സ് എൻ പ്ലസ് വൺ മൈനസ് എക്സ് എൻ ഒരു സിയും കൂടെ പുറത്തെടുക്കുക. സോ സി ഇൻറ്റു സി സി സ്ക്വയർ ആവും, ആൻഡ് ഈ എക്സ് എൻ പ്ലസ് വൺ എന്നുള്ളത് എക്സ് എൻ ആവും, എക്സ് എൻ എന്നുള്ളത് എക്സ് മൈനസ് വൺ ആണ്. ദെൻ ഇത് വീണ്ടും നമുക്ക് ചെറുതാക്കാം. എങ്ങനെ പറയാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ക്യൂബ് വിച്ച് ഈസ് എക്സ് എൻ മൈനസ് വൺ മൈനസ് എക്സ് എൻ മൈനസ് ടു എന്ന രീതിയിലേക്ക്. സോ വിച്ച് ഈസ് ലെസ് ദാൻ അങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വി ഗെറ്റ് സി പവർ എൻ മോഡുലസ് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കിട്ടും അല്ലേ. Then for m greater than n, we estimate xm minus n by applying the triangle inequality and using the formula for the sum of geometric progression. അല്ലേ, സോ ഈ ഒരു ഫോമുലേക്ക് നമുക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് കോഷിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഇതിനെ മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് ഇതിൻ്റെ ടേംസിലേക്ക് മാറ്റാം. ദാറ്റ് ഈസ് എക്സ് എം മൈനസ് എക്സ് എം മൈനസ് വൺ പ്ലസ് xm minus 1 plus minus xm minus 2 plus etc plus modulus of xn plus 1 minus xn എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഇതിനെ മാറ്റി. Then which is less than or equal to by using the triangle inequality ആണ് അല്ലേ. സോ xm minus xm minus 1 നമുക്ക് എന്താക്കിയിട്ട് എഴുതാം, which is cm minus 2 plus cm minus 3 plus etc plus cn minus 1 നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ then ബാക്കിയുള്ളത് x2 minus x1 ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് cm minus 1 2 into x2 minus x1 അങ്ങനെ എക്സെട്ര നമുക്ക് ഈ ഒരു ഫോമിലേക്ക് ഇതിനെ മാറ്റാൻ പറ്റും by using this criteria. Okay, then which is equal to cn minus 1 നമ്മളൊന്ന് പുറത്തെടുക്കുകയാണ്. then we get 1 minus cm minus n divided by 1 minus c into modulus of x2 minus x1. Okay, which is less than or equal to cn minus 1. ഇതിനെ നമുക്ക് ഇങ്ങനെ പറയാം, c power n minus 1, m less than greater than n ആണ്. So it is 1 by 1 minus c into modulus of x2 minus x1 എന്ന് പറയാം. ആൻഡ് c is lies between 0 c less than 1 ആണെന്ന് നമുക്ക് പറയാം അല്ലേ. സോ ലിമിറ്റ് cn എന്ന് പറയുന്നത് c lies between 0 c and 1. സോ ലിമിറ്റ് c power n എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. then we can get that xn is a Cauchy sequence. xn is a Cauchy sequence. സോ എക്സ് എൻ കോഷിയാണ് എന്ന് കോൺട്രാക്റ്റീവ് സീക്വൻസ് വെച്ചിട്ട് പറയാം. സോ കോൺട്രാക്റ്റീവ് സീക്വൻസ് വെച്ചിട്ട് എക്സ് എൻ കോഷിയാണ്, ദെൻ കോഷി സീക്വൻസ് എല്ലാം കൺവേർജന്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. ദെൻ ഇറ്റ് ഈസ് ദ അപ്രോക്സിമേഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് പറയുന്നത് എക്സ് ഈക്വൽ ടു എക്സ് എൻ ഈസ് എ കൺട്രാക്റ്റീവ് സീക്വൻസ് വിത്ത് കോൺസ്റ്റന്റ് സി
0 less than c less than 1 and if x star is equal to limit x, then modulus of xn minus x star less than or equal to c power n minus 1 by 1 minus c into x2 minus x1 ആണ്. സോ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ പ്രൂഫിൽ നിന്ന് നമ്മൾ പറയുന്നത് if m greater than n ആണ് and then modulus of xm minus xn less than or equal to c n minus 1 by 1 minus c into modulus of x2 minus x1 എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. ആൻഡ് വി ലെറ്റ് m tends to infinity ആണെങ്കിൽ this inequality we get this result. എമ്മിനെ നമ്മൾ ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോവാണ്, then we get the result. Okay, so ഓക്കെ, ഇനീക്വാലിറ്റിയിലേക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ വി ഗെറ്റ് ദ റിസൾട്ട് 1. നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടും. ഇനി നമുക്ക് 2 എന്നുള്ളത് പ്രൂവ് ചെയ്യണം. 2 പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? വി റീകോൾ m ഗ്രേറ്റർ ദാൻ n ആണ്. അതേപോലെ തന്നെ മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നേരത്തെ എഴുതിയിട്ടുള്ള എക്സ് എം മൈനസ് എക്സ് എം മൈനസ് 1 പ്ലസ് എക്സെട്രാ പ്ലസ് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 മൈനസ് എക്സ് എൻ എന്നുള്ള ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ കൺസിഡർ ചെയ്യാണ്. സിൻസ് ഇതെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സോ ഇതിൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് വി ഗെറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് കെ മൈനസ് എക്സ് എൻ പ്ലസ് കെ minus 1 which is less than or equal to c power k into xn minus xn minus 1 എന്ന് നമുക്ക് പറയാം അല്ലേ. സോ വി ഓൾറെഡി ഗെറ്റ് ദാറ്റ് മോഡുലസ് ഓഫ് xn minus xm less than or equal to c power m minus n plus etc c square plus x into x that is നമുക്ക് എങ്ങനെ പറയാം ഇതിന്? നമുക്ക് ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ് എക്സ് എം മൈനസ് എക്സ് എന്നിനെ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി പവർ എം മൈനസ് 1 പ്ലസ് എക്സെട്രാ പ്ലസ് സി പവർ 2 പ്ലസ് സി ഇൻറ്റു എക്സ് എൻ മൈനസ് 1 എന്ന് നമുക്കറിയാം അല്ലേ, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ബൈ 1 മൈനസ് സി ഇൻറ്റു എക്സ് എൻ മൈനസ് 1 ആണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. സോ എം ടെൻസ് ടു ഇൻഫിനിറ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസ് എന്തിലേക്ക് കൺവേർജ് ചെയ്യും? അതിൻ്റെ ലിമിറ്റിലേക്ക് കൺവേർജ് ചെയ്യും. ദെൻ വി ഗെറ്റ് എ റിസൾട്ട്. ഓക്കെ, അതാണ് ഇവിടെയും അതാണ്. എം ടെൻസ് ടു ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പം ലിമിറ്റിലേക്ക് കൺവേർജ് ചെയ്യും. ദെൻ ഈ സീക്വൻസും നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഒരു പ്രോപ്പർലി കൺവേർജൻറ്റ് സീക്വൻസിനെ കുറിച്ചിട്ടാണ്. ഒരു സീക്വൻസ് എപ്പോഴാണ് പ്രോപ്പർലി കൺവേർജൻ്റ് ആവുക എന്നുള്ളത്. സോ ലെറ്റ് എക്സ് എൻ ബി എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്, ദെൻ വി ക്യാൻ സേ ദാറ്റ് എക്സ് എൻ ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി ആൻഡ് റൈറ്റ് ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി അല്ലേ. എക്സ് എന്നിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ലിമിറ്റ് എക്സ് എൻ എന്ന് പറയുന്നത് പ്ലസ് ഇൻഫിനിറ്റി ആണെങ്കിൽ if alpha belongs to R, there exists a natural number k of epsilon such that if n greater than or equal to k of alpha, then xn greater than alpha. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ആൻഡ് വി റൈറ്റ് എ ലിമിറ്റ് എക്സ് എൻ മൈനസ് ഇൻഫിനിറ്റി. സോ ആ ഒരു കേസാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ എടുക്കുന്നത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഓഫ് ബീറ്റ എന്നുള്ളതാണ്. ദെൻ എക്സ് എൻ ലെസ് ദാൻ ബീറ്റ ആയിരിക്കും. സോ ഇതിനൊക്കെയാണ് നമ്മൾ പ്രോപ്പർലി ഡൈവേർജൻറ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. സോ അതേപോലെ വി സേ ദാറ്റ് എക്സ് എൻ ഈസ് പ്രോപ്പർലി ഡൈവേർജൻറ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് എൻ ഒന്നെങ്കിൽ പ്ലസ് ഇൻഫിനിറ്റി ആവണം, അതല്ലെങ്കിൽ എക്സ് എൻ എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കണം. ഓക്കെ, സോ ഇതിൽ നിന്നും ഡെഡ്യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് കമ്പാരിസൺ തിയറം. അതായത് രണ്ട് സീക്വൻസ് നമ്മൾ എടുക്കുകയാണ്, സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് എക്സ് എനും വൈ എനും. അത് ഈ ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യും. ദെൻ ലിമിറ്റ് എക്സ് എൻ പ്ലസ് ഇൻഫിനിറ്റി ആണെങ്കിൽ ലിമിറ്റ് വൈ എൻ പ്ലസ് ഇൻഫിനിറ്റി ആയിരിക്കും. അതേപോലെ മൈനസ് ഇൻഫിനിറ്റി പറയുമ്പോൾ ലിമിറ്റ് വൈ എൻ മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ ലിമിറ്റ് എക്സ് എൻ മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കും എന്നുള്ളത്. ആൻഡ് ഓൾസോ ദ ലിമിറ്റ് കമ്പാരിസൺ തിയറം അല്ലേ. ലിമിറ്റ് കമ്പാരിസൺ രണ്ട് സീക്വൻസ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എടുക്കുകയാണ് ആൻഡ് എൽ ബിലോങ്സ് ടു ആർ, എൽ ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ദ ലിമിറ്റ് ഓഫ് എക്സ് എൻ ബൈ വൈ എൻ എന്ന് പറയുന്നത് എൽ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ് എൻ ഇൻഫിനിറ്റി ആവണമെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ലിമിറ്റ് വൈ എൻ ഈസ് ഓൾസോ പ്ലസ് ഇൻഫിനിറ്റി ആയിരിക്കണം എന്നുള്ളത്. ഓക്കെ, ദെൻ ഇതിൽ പറയുന്ന ഒരു കൺക്ലൂഷൻ ആണ് എൽ ഈക്വൽ ടു 0 ഓർ എൽ ഈക്വൽ ടു ഇൻഫിനിറ്റി ആയി കഴിഞ്ഞ കേസിൽ ദിസ് കൺക്ലൂഷൻ ഓഫ് ദ ഈ തിയറം എന്ന് പറയുന്നത് നീഡ് നോട്ട് ഹോൾഡ് അല്ലേ. എൽ 0 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണ്. എൽ 0 അല്ലെങ്കിൽ എന്താവാൻ പാടില്ല? ഇൻഫിനിറ്റിയും ആവാൻ പാടില്ല. ഇൻഫിനിറ്റി ആ ലിമിറ്റ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ ലിമിറ്റ് 0 എന്ന് പറയുന്ന കേസിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ദെൻ ഓപ്പൺ സബ്സെറ്റ്സ് ഓഫ് ആർ.
നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ഓപ്പൺ സബ്സെറ്റ്സ് ഓഫ് ആർ എന്താണെന്നുള്ളതാണ് അല്ലേ. ഓപ്പൺ സെറ്റ് നമ്മൾ പറയേണ്ടത് ആറിൽ ഒരു സെറ്റ് ഇതിൻ്റെ ഒരു സബ്സെറ്റ് ജി ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ ഏത് എലമെന്റ് എക്സ് ബിലോങ്സ് ടു ജി എടുത്തു കഴിഞ്ഞാലും അതിന് നമുക്ക് ഒരു നെയ്ബർഹുഡ് ഉണ്ട് എന്ന് പറയാൻ പറ്റണം. അതായത് ദർ എക്സിസ്റ്റ് എ നെയ്ബർഹുഡ് ഓഫ് വി ഓഫ് എക്സ് സച്ച് ദാറ്റ് ആ നെയ്ബർഹുഡ് ഓൾസോ ജിയുടെ ഒരു സബ്സെറ്റും ആയിരിക്കണം. ഓക്കെ, അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് യൂണിയൻ ഓഫ് ആർബിട്രറി കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഓപ്പൺ ആവണം. അതേപോലെ ഇന്റർസെക്ഷൻ്റെ ഫൈനൈറ്റ് ആണ്. ഇന്റർസെക്ഷൻ ഓഫ് ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഓപ്പൺ ആവണം. സോ യൂണിയൻ പറയുമ്പോൾ ആർബിട്രറി കളക്ഷൻ ആണ് ഓപ്പണിൻ്റെ കേസിൽ, ആൻഡ് ഫൈനൈറ്റ് കളക്ഷൻ ആണ് നമ്മൾ ഇന്റർസെക്ഷൻ പറയുന്ന കേസിൽ നമ്മൾ പറയും. ഓക്കെ, ദെൻ ഇന്റർസെക്ഷൻ ഓഫ് ഇൻഫൈനൈറ്റ്ലി മെനി ഓപ്പൺ സെറ്റ്സ് എന്ന് പറയുന്നത് എന്തല്ല, ഓപ്പൺ അല്ല. സോ അതിന് 1/n എന്ന് പറയുന്ന സീക്വൻസ് ഒക്കെ നമുക്ക് എടുത്തു നോക്കാം കേട്ടോ, അത് പ്രൂവ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. സോ ക്യാരക്ടറൈസേഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ്, എ സബ്സെറ്റ് ഓഫ് ആർ ഈസ് ഓപ്പൺ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ദ യൂണിയൻ ഓഫ് കൗണ്ടബിളി മെനി ഓപ്പൺ ഇന്റർവൽസ് ഇൻ ആർ. അതായത് ആറിലെ ഒരു സബ്സെറ്റ് ഓപ്പൺ ആണെന്ന് നമ്മൾ പറയുന്നത് ആറിലെ ഓരോ എലമെന്റ്സും നമ്മൾ ആറിലൊരു ഓപ്പൺ സെറ്റ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഓപ്പൺ ഇന്റർവൽ ആണ് അല്ലേ. സോ ആറിലൊരു സെറ്റ് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി അതെന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവെൽസുകളുടെ കൗണ്ടബിളി മെനി യൂണിയൻ ആവണം എന്നുള്ളത്. ഇതേപോലെ നമ്മൾ ഓപ്പൺ സെറ്റ്സിന് പറഞ്ഞ പോലെ തന്നെ ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് ആറിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ ഓപ്പൺ സെറ്റിന്റെ കോംപ്ലിമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ക്ലോസ്ഡ് എന്ന് പറയാം അല്ലെ. സോ എഫ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് എന്താവണം, ഓപ്പൺ ആവണം. അതാണ് സി ഓഫ് എഫ് എന്ന് പറയുന്നത്, ഓപ്പൺ എന്ന് പറയുന്നത്. ദെൻ ക്ലോസ്ഡിന്റെ പ്രോപ്പർട്ടി നേരെ തിരിച്ചായിരിക്കും. അതായത് ഓപ്പൺ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആർബിട്രറി യൂണിയൻ ആണ് ഓപ്പൺ, അതേപോലെ ഇന്റർസെക്ഷൻ ഓഫ് ഫൈനൈറ്റ് കളക്ഷൻ ആണ് ഓപ്പൺ. ഇവിടെ ഇന്റർസെക്ഷൻ ഓഫ് ആർബിട്രറി ആണ് ക്ലോസ്ഡ്, അതേപോലെ തന്നെ യൂണിയൻ ഓഫ് ഫൈനൈറ്റ് ആണ് ക്ലോസ്ഡ്. ദിസ് ഇസ് ദ ഡിഫറൻസ്. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് എന്ന് വെച്ചാൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ആണ്. ക്യാരക്ടറൈസേഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് പറയുന്നത് let f subset of R, then the following assertions are equivalent ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻ. ദാറ്റ് ഈസ് എഫ് ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് ആർ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് കൺവേർജന്റ് സീക്വൻസ് ഓഫ് എലമെന്റ്സ് ഇൻ എഫ്, ദെൻ ലിമിറ്റ് എക്സ് ബിലോങ്സ് ടു എഫ് ആയിരിക്കും. അതായത് എഫ് ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് ആർ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മുടെ സീക്വൻസ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് എഫിലെ എലമെന്റ്സിനെ യൂസ് ചെയ്തിട്ടുള്ള ഒരു കൺവേർജിങ് സീക്വൻസ് ആണ്. സോ അതിൻ്റെ ലിമിറ്റ് ഈസ് ഓൾസോ എഫിനകത്ത് ഉണ്ടായിരിക്കും. അതാണ് കൺവേർജൻസ്. സോ ക്ലസ്റ്റർ പോയിന്റ്സ് എന്താണെന്ന് പറയുന്നുണ്ട്. ക്ലസ്റ്റർ പോയിന്റ്സ് പറയുന്നത് എ സബ്സെറ്റ് ഓഫ് ആർ. സോ ഈ എക്സ് ബിലോങ്സ് ടു ആർ എന്നൊക്കെ പറയുന്നത് ക്ലസ്റ്റർ പോയിന്റ് അല്ലെങ്കിൽ അക്യുമുലേഷൻ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ, പോയിന്റ് ഓഫ് എയുടെ അക്യുമുലേഷൻ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു നെയ്ബർഹുഡ് വി എപ്സിലോൺ ഓഫ് എക്സ്, എക്സിന്റെ ഏത് നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും ദാറ്റ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം എക്സ്. എക്സ് അല്ലാത്ത അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റെങ്കിലും എക്സിന്റെ നെയ്ബർഹുഡിനകത്ത് ഉണ്ടായിരിക്കണം. സോ ഈ നെയ്ബർഹുഡിനാണ് ഇവിടെ ഓപ്പൺ സെറ്റ് ആയിട്ടുള്ള എക്സ് മൈനസ് അപ്സിലോൺ എക്സ് പ്ലസ് അപ്സിലോൺ എന്ന് കാണിച്ചിട്ടുള്ളത്. സോ അത് അക്യുമുലേഷൻ പോയിന്റ് അല്ലെങ്കിൽ ക്ലസ്റ്റർ പോയിന്റ് ആവണം, എയുടെ ക്ലസ്റ്റർ പോയിന്റ് ആവണം എക്സ് എന്നുണ്ടെങ്കിൽ എക്സിന്റെ ഏത് നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും എയിലില്ലാത്ത അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റ് എങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, സോ എക്സ് ഒരു ക്ലസ്റ്റർ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഇഫ് ദർ എക്സിസ്റ്റ് എ കൺവേർജന്റ് സബ്സീക്വൻസ് എൻ ഓഫ് എലമെന്റ്സ് ഇൻ എ സച്ച് ദാറ്റ് ലിമിറ്റ് എ എൻ ഈക്വൽ ടു എക്സ്, ലിമിറ്റ് എ എൻ എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും എന്നും നമുക്ക് പറയാം. ഓക്കെ, then next a subset of R is closed if and only if it contains all of its cluster points. അതായത് ക്ലസ്റ്റർ പോയിന്റ്സുകളുടെ കളക്ഷൻ ആണ് നമ്മുടെ ആറിന്റെ ഒരു സബ്സെറ്റ് എന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഈസ് എ ക്ലോസ്ഡ് സെറ്റ്. ദെൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇന്റീരിയർ പോയിന്റ്സ്. ഇന്റീരിയർ പോയിന്റ്സിന്റെ കേസിൽ നമ്മൾ ഓപ്പൺ സെറ്റുകൾ പറയും അല്ലെ. ഒരു സെറ്റിനകത്തുള്ള എലമെന്റ്സ് എല്ലാം ഇന്റീരിയർ പോയിന്റ്സ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സെറ്റ് ഈസ് എ ഓപ്പൺ സെറ്റ്. സോ let A be a non-empty subset of R, then a point x belongs to R is said to be an interior point of A if there exists a neighborhood of V of x such that V subset of A. Then the set of all interior points of A set A is called the interior of A and is denoted by A interior. And A interior നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ വി എന്ന് പറയുന്ന എക്സ് എന്ന് പറഞ്ഞ പോയിന്റ്
ഇന്റീരിയർ ഓഫ് ദ സെറ്റ് എ, ഇന്റീരിയർ പോയിന്റ് ഓഫ് സെറ്റ് എ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏതൊരു നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും അത് എയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കണം എന്ന്. സോ ഇന്റീരിയർ പോയിന്റുകളുടെ കളക്ഷൻ, എയിലെ ഇന്റീരിയർ പോയിന്റിന്റെ കളക്ഷനെയാണ് നമ്മൾ ഇന്റീരിയർ ഓഫ് എ എന്ന് പറയാം. എ ഇന്റീരിയർ എന്നാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് എ ഇന്റീരിയർ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എ ആയിരിക്കും, എയുടെ സബ്സെറ്റ് ആയിരിക്കും. കാരണം എയിലെ ഇന്റീരിയർ പോയിന്റ്സിന്റെ കളക്ഷൻ ആണ് എ ഇന്റീരിയർ. സോ എ ഇന്റീരിയർ സബ്സെറ്റ് ഓഫ് എ ആയിരിക്കും. ആൻഡ് എ ഇന്റീരിയർ ഈസ് ദ ലാർജസ്റ്റ് ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് എ. ഓക്കെ, സോ ഇന്റീരിയർ ഓഫ് എ സെറ്റ് ഓപ്പൺ ആണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ദെൻ നമ്മൾ പോകുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ക്ലോഷർ ഓഫ് എ സെറ്റ് ആണ്. ഒരു സെറ്റിന്റെ ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദ ഇന്റർസെക്ഷൻ ഓഫ് ഓൾ ക്ലോസ്ഡ് സെറ്റ് കണ്ടെയ്നിങ് എസ്, അതിനെയാണ് ക്ലോഷർ എന്ന് പറയുക. അതിന് നമ്മൾ എസിന്റെ ക്ലോഷറിനെ എസ് ക്ലോഷർ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. ആൻഡ് എസ് സബ്സെറ്റ് ഓഫ് എസ് ക്ലോഷർ ആയിരിക്കും. സോ എസ് ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ ക്ലോസ്ഡ് സെറ്റ് കണ്ടെയ്നിങ് എസിന്റെയും ഇന്റർസെക്ഷൻ ആണ്. സോ എസ് സബ്സെറ്റ് ഓഫ് എസ് ക്ലോഷർ. ആൻഡ് എസ് ക്ലോഷർ ഈസ് ദ സ്മോളസ്റ്റ് ക്ലോസ്ഡ് സെറ്റ് കണ്ടെയ്നിങ് എസ് ആണെന്ന് പറയാം. സോ എ ഇന്റീരിയർ ഈസ് ദ ലാർജസ്റ്റ് ഓപ്പൺ സെറ്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് എ എന്ന് പറഞ്ഞ പോലെ എസ് ക്ലോഷർ ഈസ് ദ സ്മോളസ്റ്റ് ക്ലോസ്ഡ് സെറ്റ് കണ്ടെയ്നിങ് എസ്. ഓക്കെ, ആൻഡ് എസ് ക്ലോഷറിനെ നമുക്ക് എസ് യൂണിയൻ എസ് ഡാഷ് എന്ന് പറയാം. ദാറ്റ് ഈസ് എസിലെ പോയിന്റ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ അതിന്റെ ലിമിറ്റ് പോയിന്റ്സുകളും ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ബൗണ്ടറി പോയിന്റ് ആണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ബൗണ്ടറി പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ് ബിലോങ്സ് ടു ആർ എന്ന് പറയുന്ന ഒരു പോയിന്റ് ബൗണ്ടറി പോയിന്റ് ഓഫ് എസ് സബ്സെറ്റ് ഓഫ് ആർ ആണെന്നുണ്ടെങ്കിൽ ഇഫ് എവറി നെയ്ബർഹുഡ് വി ഓഫ് എക്സ്, വിന്റെ ഏത് നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും എന്ത് വേണം? ആൻഡ് പോയിന്റ്സ് ഇൻ കോംപ്ലിമെന്റ് ഓഫ് എസ് അതിനകത്ത് ഉണ്ടായിരിക്കണം. അതായത് ബൗണ്ടറി പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇഫ് എവറി നെയ്ബർഹുഡ് വി ഓഫ് എക്സ് കണ്ടെയ്ൻ, അതായത് എക്സിന്റെ ഏത് നെയ്ബർഹുഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിൽ എസിലെ പോയിന്റ്സ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ എസിന്റെ കോംപ്ലിമെന്റിലെ പോയിന്റ്സും ഉണ്ടായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ക്യാൻഡൽ സെറ്റ്. ക്യാൻഡൽ സെറ്റ് എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? സോ ഒരു ക്യാൻഡൽ സെറ്റ് എഫ് എന്ന് പറയുന്നത് ഇന്റർസെക്ഷൻ ഓഫ് ദ സെറ്റ്സ് എഫ് എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു എൻ ആൻഡ് ദാറ്റ് ഈസ് obtained by the successive removal of open middle third. അതായത് നമ്മുടെ 0-1 എന്ന് പറയുന്ന ഒരു ഇന്റർവെൽസ് എന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഇതിനെ നമ്മൾ 3 ഇന്റർവെൽ ആക്കിയിട്ട് മാറ്റിയിട്ട് ഓപ്പൺ മിഡിൽ തേർഡിനെ നമ്മൾ റിമൂവ് ചെയ്യും. ഓക്കെ, അതിനെയാണ് ഇപ്പോൾ നമ്മൾ ഇതിനെ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആക്കിയിട്ട് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഈ മിഡിൽ തേർഡിനെ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതിന്റെ ഇന്റർസെക്ഷൻസുകൾ അല്ലേ, intersection of the sets Fn obtained by successive removal of open middle third starting with 0-1. അതിനെയാണ് നമ്മൾ ക്യാൻഡൽ സെറ്റ് എഫ് എന്ന് പറയാം. ദാറ്റ് ഈസ് ദ ഇന്റർസെക്ഷൻ ഓഫ് n equal to 1 to infinity Fn. So ക്യാൻഡൽ സെറ്റ് എഫ് is a set of all numbers x in closed interval 0-1 which have a ternary expansion without digit 1. സോ ഇതാണ് നമ്മൾ പറഞ്ഞത് 0-1 എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സോ അതിനെ നമ്മൾ ആദ്യം 3 എണ്ണാക്കിയിട്ട് 3 ഇന്റർവെൽസ് ആക്കും. സോ ഈ ഓപ്പൺ മിഡിൽ തേർഡ് നമ്മൾ റിമൂവ് ചെയ്യും. സോ വീണ്ടും നമുക്ക് 2 ഇന്റർവെൽസ് ഇതും കിട്ടും അല്ലെ. ഇതിനെ വീണ്ടും 3 എണ്ണാക്കിയിട്ട് മാറ്റും. ഓപ്പൺ മിഡിൽ തേർഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് F2. ഇതിനെയും സെയിം പ്രൊസീജിയർ ചെയ്യും. വീണ്ടും ഈ ഇന്റർവെല്ലിനെ ഓപ്പൺ മിഡിൽ തേർഡ് റിമൂവ് ചെയ്ത് 2 എണ്ണം കിട്ടും. ഇതിനെയും ഓപ്പൺ മിഡിൽ തേർഡ് റിമൂവ് ചെയ്യും. ദെൻ ഈ ഒരു രീതിയിൽ നമ്മൾ മാറ്റാണ്. അങ്ങനെ നമുക്ക് കിട്ടുന്ന ആ ഇന്റർസെക്ഷൻ എന്ന ആ പോയിന്റ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ ക്യാൻഡൽ സെറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇനി ക്യാൻഡൽ സെറ്റിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ റിമൂവ്ഡ് ഇന്റർവെൽസ് ഈസ് 1. ഓക്കെ, അതായത് റിമൂവ്ഡ് ഇന്റർവെൽസിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 1 ആണെന്നാണ് ആദ്യമായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത്. സോ വി നോട്ട് ദാറ്റ് ദ ഫസ്റ്റ് മിഡിൽ തേർഡ് ഹാസ് ലെങ്ത് 1/3 ആയിരിക്കും. ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇന്റർവൽ 0-1 എന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സോ അതിനെ 3 എണ്ണാക്കി മാറ്റിയാൽ അതിന്റെ ഓപ്പൺ മിഡിൽ തേർഡിന്റെ ലെങ്ത് എത്രയായിരിക്കും? 1/3 ആയിരിക്കും അല്ലെ. ആൻഡ് ദ നെക്സ്റ്റ് 2 മിഡിൽ തേർഡ് ഹാവ് എ ലെങ്ത്, മറ്റേ 2 മിഡിൽ തേർഡ് ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ലെങ്ത് ആഡഡ് അപ് ടു 2/3 സ്ക്വയർ അല്ലെ. 2/3 സ്ക്വയർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് മിഡിൽ തേർഡ് ഹാവ് ലെങ്ത് വി ആഡഡ് അപ്പ്. അടുത്ത മിഡിൽ തേർഡ് നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ദാറ്റ് ഈസ് 2² / 3³
ഓക്കെ, ആൻഡ് ഇതേപോലെ ആഡ് ചെയ്യും. ഫസ്റ്റത്തത് 1/3 ആയിരിക്കും, 0 1 സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട്. പിന്നെ അതിൻ്റെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഈ ഒരു ഇൻ്റർവെല്ലിനെയാണ് പിന്നെ 3 ആക്കുന്നത്. സോ അതിൻ്റെ ഇൻ്റർവെൽ ലെങ്ത് എന്ന് പറയുന്നത് 2/3² ആയിരിക്കും. പിന്നെ അടുത്ത ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ 2²/3³ എക്സെട്ര എന്ന് പറഞ്ഞിട്ട് വരിക അല്ലേ. ആദ്യം വലിയൊരു 0 1 ഇൻ്റർവെൽ ഉണ്ടാവും, അതിൻ്റെ ഈ 2 ഭാഗം റിമൂവ് ചെയ്ത് ഇപ്പോൾ കിട്ടുന്ന ഈ ഭാഗത്തിൻ്റെ ലെങ്ത് 1/3 ആയിരിക്കും അല്ലേ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു ഭാഗം എടുത്തു, ഇതിൽ നിന്ന് 2 മാറ്റി വെച്ചിട്ട് ഈ ഓപ്പൺ മിഡിൽ തേർഡ് റിമൂവ് ചെയ്യുക, അങ്ങനെ കിട്ടുന്നത് 2/3². അങ്ങനെ എക്സെട്ര നമുക്ക് പോയി കഴിഞ്ഞാൽ വി ഗെറ്റ് ദ ടോട്ടൽ ലെങ്ത് എൽ ഓഫ് റിമൂവ്ഡ് ഇന്റർവെൽസ് ഈസ് ഗിവൺ ബൈ എൽ ഈസ് ഈക്വൽ ടു 1/3 ആദ്യം റിമൂവ് ചെയ്തു, പിന്നെ 2/3² റിമൂവ് ചെയ്തു, പ്ലസ് ഇപ്പൊ ഇവിടെ ടോട്ടൽ എത്ര ഉണ്ടാവുക, ഇവിടെ 1/3 വരെയാണ് ഉണ്ടാവുക, 0 to 1/3 അല്ലെ. ഈ 0 to 1/3 ഉള്ളതിന് അതിനെ വീണ്ടും 3 ഭാഗമാക്കുക, ദാറ്റ് ഈസ് 1/9. സോ 1/9 ആണോ ഉണ്ടാവുക. സോ അതിനെ വീണ്ടും 2 ഭാഗം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ വി ഗെറ്റ് 2/9, ദാറ്റ് ഈസ് 2/3². അങ്ങനെ എക്സെട്ര കിട്ടിയതാണ് 2²/3². അടുത്തത് 2³3⁴ എക്സെട്ര എന്ന് പറയുന്നത്. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പ്ലസ് എക്സെട്ര വിച്ച് ഈസ് ഈക്വൽ ടു 1/3 കോമൺ ആണ്, 1/3 കോമൺ ചെയ്യുക, ദെൻ സം ഓഫ് n ഈക്വൽ ടു 0 to ∞ 2/3⁴n എന്ന് നമുക്ക് കിട്ടും അല്ലേ. സോ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് ഫോർ ദ സം ഓഫ് ജോമെട്രിക് സീരീസ് വി ഗെറ്റ് എൽ ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു, ഇതിനെ നമുക്ക് ജോമെട്രിക് സീരീസിന്റെ രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ വി ഗെറ്റ് 1/3 ഇൻറ്റു 1/1 മൈനസ് 2/3, ദാറ്റ് ഈസ് 1/3 ഇൻറ്റു 1/1 - a അല്ലേ. ആ ഒരു സീരീസിൽ എഴുതാം 1/-3 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് പറയാം, 1/3 ഇൻറ്റു 1/1 - 2/3 എത്രയാ, ദാറ്റ് ഈസ് 1/3 അല്ലേ. സോ 3 വിൽ ബി അപ്പ് ആൻഡ് വി ഗെറ്റ് 3 വിൽ ബി ക്യാൻസൽഡ്, വി ഗെറ്റ് ദ വാല്യൂ 1. സോ ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ റിമൂവ്ഡ് ഇന്റർവെൽ ഈസ് 1. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് can the set F contains no non-empty open intervals as a subset. ക്യാൻ്റെ സെറ്റ് എഫിൽ ഒരിക്കലും ഓപ്പൺ ഇൻ്റർവെൽസ് ഉണ്ടാവില്ല, കാരണം നമ്മൾ ഓപ്പൺ ഇൻ്റർവെൽസ് മിഡിൽ തേർഡ് റിമൂവ് ചെയ്ത് കിട്ടുന്ന സെറ്റ് ആയിരിക്കും. സോ ഓപ്പൺ ഇൻ്റർവെൽ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. സോ എഫ് കണ്ടെയ്ൻസ് എ നോൺ എംപ്റ്റി ഓപ്പൺ ഇൻ്റർവെൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് എടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു ജെ ഈസ് ഈക്വൽ ടു എ ബി. ദെൻ സിൻസ് ജെ സബ്സെറ്റ് ഓഫ് എഫ് ആയിരിക്കും അല്ലേ, ക്യാൻ്റെ സെറ്റ് എഫിൻ്റെ സബ്സെറ്റ് ആയിരിക്കും ഫോർ ഓൾ n belongs to n. Then there must have 0 less than b minus a less than 2/3 n. That is ആ interval length b minus a എന്ന് പറയുന്നത് less than 2/3 n for all n belongs to n നമുക്ക് പറയാം. Then we get b minus a which is equal to 0, then which implies j is empty. Then is a contradiction and we can say that the Cantor set F contains no non-empty open interval as a subset. Then next നമ്മൾ പറയുന്നത് the Cantor set F has infinitely countably many points in എന്നുള്ളതാണ്. So Cantor set F has infinitely അല്ലെങ്കിൽ uncountably many points Cantor set Fനകത്ത് ഉണ്ടാകും. That is the intersection of the sets by നമുക്ക് എങ്ങനെ കിട്ടുന്ന by getting by the successive removal of open middle third അല്ലേ. So the Cantor set contains of the n points of the removed open interval. അതായത് ഇങ്ങനെ നമ്മൾ ആ ഒരു സെറ്റിനെ പറഞ്ഞാൽ 0 1 സ്റ്റാർട്ട് ചെയ്തു, സോ 3 ഇന്റർവെൽ ആക്കിയിട്ട് മാറ്റി. സോ ഈ ഓപ്പൺ മിഡിൽ തേർഡ് നമ്മൾ റിമൂവ് ചെയ്യാം. സോ ഇതിന്റെ എൻ പോയിന്റ്സ് ഇവിടെ ഉണ്ടായിരിക്കും, കാരണം അത് മറ്റേ 2 ഇന്റർവെൽ ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെ, കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. സോ ദ Cantor സെറ്റ് കണ്ടെയ്നിങ് ഓൾ ദ എൻ പോയിന്റ്സ് ഓഫ് ദ റിമൂവ്ഡ് ഓപ്പൺ ഇന്റർവെൽസ് ആൻഡ് ദീസ് ആർ ഓൾ പോയിന്റ്സ് ഓഫ് ദ ഫോം. ഏത് ഫോമിലായിരിക്കും, 3k/3 2k/3n എന്നുള്ള രൂപത്തിലായിരിക്കും അല്ലെ, where k is equal to 0 1 etc n. അതായത് 0 കൊടുക്കുമ്പോൾ we get 2^0/3^1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, that is we get 1/3 ഫസ്റ്റത്തെ ഇന്റർവെൽ. ദെൻ സെക്കൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 2/3² കിട്ടും. അങ്ങനെ എക്സെട്ര നമുക്ക് ആ ഒരു ഇന്റർവെൽ ലെങ്ത് സക്സസീവ് റിമൂവ്ഡ് ഇന്റർവെൽസിന്റെ ലെങ്ത് കിട്ടും അല്ലെ. ആൻഡ് ഫോർ ഓൾ n ബിലോങ്സ് ടു n എന്ന് നമുക്ക് പറയാം. ദെൻ there are അങ്ങനെയാണെങ്കിൽ we can say that there are infinitely many points of this form എന്ന് നമുക്ക് പറയാൻ പറ്റും. So
സോ കാൻഡർ സെറ്റിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പ്രോപ്പർട്ടിയാണ് ഇവിടെ പറഞ്ഞത്. ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ റിമൂവ്ഡ് ഇന്റർവെൽ ഈസ് 1 ആണ്. അതേപോലെ തന്നെ ദ കാൻഡർ സെറ്റ് എഫ് കണ്ടെയ്ൻസ് നോ നോൺ എംപ്റ്റി ഓപ്പൺ ഇന്റർവെൽ ആസ് എ സബ്സെറ്റ് ആയിട്ട് അതിന് ഒരു നോൺ എംപ്റ്റി ഓപ്പൺ ഇന്റർവെൽസും ഉണ്ടാവില്ല. ആൻഡ് ദ കാൻഡർ സെറ്റ് എഫ് ഹാസ് ഇൻഫൈനൈറ്റ്ലി ഓർ അൺകൗണ്ടബിളി മെനി പോയിന്റ്സ് ഓഫ് ദിസ് ഫോം എന്ന് നമുക്ക് പറയാം. സോ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ പാർട്ട് 2 നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുള്ളത്. സോ നല്ലോണം പഠിക്കുക, എന്നിട്ട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.